അഖിൽ മാരാർ ഹാഷ്മി ജനകീയ കോടതി. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് ഈ ഒരു ലൂപ്പ്. ടേബിൾസ് വിൽ ടേൺ. ഇപ്രാവശ്യം അഖിൽ മാരാർ എയർ പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഹാഷ്മി എയർ പോയി. അപ്പോൾ ഈ പ്രാവശ്യം ക്യാ ഹുവ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് അവേ നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് കാര്യം പറഞ്ഞോളാം, കാരണം കുറേ ഉണ്ട്. ഒരു വർഷം ഇതേ സീറ്റിൽ അഖിൽ ഇരുന്നാണ്. ഒന്നര വർഷം അന്നിരിക്കുമ്പോ അഖില് ഒരു ജാങ്കോ ജാക്കറ്റ്, പ്ലേ ബോയ് സ്റ്റൈൽ യോയോ, ഇന്നിപ്പോ വെള്ളയും സാത്വിക വേഷമായിരിക്കും. വേഷം മാറുന്ന നിമിഷങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഖിൽ ഇപ്പോൾ എന്താണ്, ആരാണ്, എവിടെയാണ്, ഹു ആർ യു നൗ? അന്നും ഇന്നും അഖിൽ മാരാർ തന്നെയാണ്. ഞാനന്ന സ്വത്വബോധത്തിൽ എനിക്ക് ശരികളെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ ഉറച്ചു നിന്ന് അഭിപ്രായങ്ങൾ മാറിയത് ശരികൾ മാറുന്നത് കൊണ്ടാണ്. ആ ശരികളിൽ ഉറച്ചു നിൽക്കുന്നു, അഖിൽ മാരാരായി തുടരുന്നു. ഇന്ന് അഖിൽ മാരാർ ഒരു രാഷ്ട്രീയക്കാരനാണ്. അന്ന് അഖിൽ മാരാർ ഒരു രാഷ്ട്രീയക്കാരനാവാനുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു. അതാണ് അതിൻ്റെ ഒരു മേജർ മാറ്റം. അപ്പോൾ ഈ ജാങ്കോ യോയോ സാധനം അത് പിടിക്കാൻ പറ്റില്ലല്ലോ. അതിനിടയിൽ ഒരു ചാപ്രി സാധനം അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊരു വൈറ്റ് ആൻഡ് വൈറ്റ് ആ ഒരു സാധനം ഉണ്ടല്ലോ, പൊളിറ്റീഷ്യൻ്റെ ഐറ്റം. സംഗതി മൂപ്പർ ആക്റ്റീവ് പൊളിറ്റിക്സ് എന്നൊക്കെ ഇറങ്ങി 2020 ചാടി ഇനി എങ്ങോട്ടും ഇല്ല എന്നുള്ളൊരു മൂഡിലാണെങ്കിൽ പോലും അത് ഒരു സാധനം മെയിൻറ്റെയിൻ ചെയ്താൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പിന്നെ ജനകീയ കോടതിയിൽ ഈ ഒരു രാഷ്ട്രീയ സംസാരിക്കുന്ന ഒരു തരം ആംബിയൻസിക്കാണല്ലോ ഒന്ന് കയറിയില്ല. കഴിഞ്ഞോട്ട് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ ഊഹിക്കാൻ പറ്റും മനുഷ്യൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്താണെന്നുള്ളത്. സാധാരണ അഖിൽ മാരാർ ഇടുന്നൊരു യോയോ ജാങ്കോ ചാപ്രി സാധനമല്ല, വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. ഓക്കെ, ജൂലൈ 24 എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് 2018 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിദ്യാർത്ഥി സമയത്തെ പറ്റി എഴുതുന്നതാണ്. 2018 ഞാൻ എഴുതിയ ഒരു ലേഖനമാണ് പവർ ഓഫ് സോഷ്യൽ മീഡിയ എന്ന വിഷയത്തിൽ. ഉയർന്നു വരുന്ന യുവാക്കളുടെ ശബ്ദം രാഷ്ട്രീയ പാർട്ടികളെ തൂത്തെറിയപ്പെടുന്നത് BJP വിരുദ്ധരാവും എന്നതാണ് സത്യം. എന്തെന്നാൽ ഇന്ത്യയിൽ 2 രാഷ്ട്രീയം മാത്രമാണ് നിലവിലുള്ളത്. ഭാരതീയ സംസ്കാരത്തിൽ ഊന്നിയ BJP രാഷ്ട്രീയവും BJP വിരുദ്ധ രാഷ്ട്രീയവും. ഒന്നാം തരം BJP-ക്കാരെ പോലെ സംസാരിക്കുന്നത്. അത് എഴുതിയതിന്റെ അർത്ഥം ഞാൻ മറ്റുള്ളവർ പറയുന്ന രാഷ്ട്രീയമാണ്. അതായത് ഭാരത വിരുദ്ധ ഒരു കോമയുണ്ട്. ആ കോമ ഒരു കോമയില്ല. നോക്ക്, അത് ആദ്യം സ്ക്രീൻഷോട്ട് ആയിരിക്കും. അത് ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ചെയ്തത്, ഇൻസ്റ്റയിലാണ്. അല്ലല്ല ഫേസ്ബുക്ക് കിടപ്പുണ്ട്. ഫേസ്ബുക്ക് ഇപ്പോൾ കിടപ്പുണ്ട്. അതെ. അതായത് BJP വിരുദ്ധ രാഷ്ട്രീയം രാജ്യവിരുദ്ധ രാഷ്ട്രീയം എന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ, RSS പോലും പറയാത്ത RSS വർത്തമാനം ഞാൻ പറയാം ഹാഷ്മി. എന്റെ കൃത്യമായ ഉത്തരം ഞാൻ പറയാം. അതായത് ഈ പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റയിലാണ്. അപ്പൊ ഇൻസ്റ്റയിൽ ഞാൻ എഡിറ്റ് ചെയ്താൽ ഫേസ്ബുക്കിൽ എഡിറ്റ് വീഴത്തില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും ഈ ഇൻസ്റ്റയിലെ ഫേസ്ബുക്കിലെ പോസ്റ്റിൽ കോമ കാണാത്തത്. കോമയുണ്ട്. എന്താ കോമ എന്ന് ഞാൻ പറയാൻ കാര്യം, കോമ എന്ന് പറയാം. ഈ രാജ്യത്ത് ഭാരത വിരുദ്ധരില്ലേ? രാജ്യത്തെ നശിപ്പിക്കാൻ ഭാരതീയ സംസ്കാരത്തിലൂന്നിയ BJP രാഷ്ട്രീയവും ഭാരത വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയം പറയുന്നത്. ഞാൻ പറഞ്ഞത് അതായത് അഖില് പറയുന്നത് രാജ്യത്ത് 2 ടൈപ്പ് പൊളിറ്റിക്സേ ഉള്ളൂ. ഒന്ന് BJP പൊളിറ്റിക്സ്, രാജ്യസ്നേഹ പൊളിറ്റിക്സ്. BJP വിരുദ്ധ രാജ്യവിരുദ്ധ അങ്ങനല്ല. അതെങ്ങനെയാണ് അല്ലാത്തവരൊക്കെ ഈ രാജ്യത്തെ ശത്രുക്കൾ എങ്ങനെ പറയാൻ പറ്റുക? ദേശീയ തലത്തിൽ ഏത് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നു? അത് RSS രാഷ്ട്രീയം. രാഷ്ട്രീയവും രാജ്യവിരുദ്ധരുടെ മറ്റു ഇതര നൂറുകണക്കിന് രാഷ്ട്രീയം. അവര് രാജ്യവിരുദ്ധ അഖിൽ പറയാൻ പറയുന്ന അല്ലെന്ന്. അഖിൽ BJP ചേർന്നുണ്ടോ? ഇല്ലല്ലോ. അഖിൽ രാജ്യവിരുദ്ധരാണോ? ഞാൻ BJP ചേരുന്നുണ്ടോ? ഒരു സ്വതന്ത്രന് അഖിൽ രാജ്യവിരുദ്ധരാണോ? ഇപ്പൊ ഹാഷ്മി ഒരു വാർത്ത വായിക്കുമ്പോ ഈ വാർത്തയുടെ ശരികൾ ഒരുപക്ഷെ BJPക്ക് ഒപ്പമായിരിക്കും എന്ന് കരുതി ഹാഷ്മി BJP-കാരനാവോ? ഞാൻ സ്വതന്ത്ര കാഴ്ചപ്പാടിൽ എഴുതിയതാണ്. അഖിലിന്റെ സ്വതന്ത്ര കാഴ്ചപ്പാടാണ് രാജ്യത്തെ 2 ടൈപ്പ് പോകാം. അതാ പറയുന്നത്. അഖിലിന്റെ സ്വതന്ത്ര കാഴ്ചപ്പാട് എന്ന് പറയുന്നത് രാജ്യത്ത് 2 ടൈപ്പ് പൊളിറ്റിക്സേ ഉള്ളൂ. ഒന്ന് രാജ്യസ്നേഹികൾ ഞാൻ പറയുന്നത് രാഷ്ട്രീയവും, 2 രാജ്യവിരുദ്ധ രാഷ്ട്രീയവും. എന്ന് പറഞ്ഞാൽ അഖിൽ ഒന്നാം തരം RSS തന്നെ പോലെ. 1950 നെഹ്റു വന്ന സമയം ഇവിടെ കോൺഗ്രസ് രാഷ്ട്രീയം ഉണ്ടായിരുന്നു, കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. BJP ഒരിക്കൽ വന്നതിന് ശേഷം BJP 2 തരം രാഷ്ട്രീയം സൃഷ്ടിച്ചു. രാജ്യസ്നേഹികളുടെ BJP രാഷ്ട്രീയം, രാജ്യവിരുദ്ധരുടെ നൂറുകണക്കിന് രാഷ്ട്രീയം. ഞാൻ അനലൈസേഷൻ എഴുതിയ ഈ ഒരു ഒറ്റ സാധനം തുടക്കത്തിലിട്ടിട്ടാണ് ഈ പറഞ്ഞ അഖിൽ മാരാർ ഒരു BJP സംഘി ആ സാധനമാണ് എന്നുള്ളതിലേക്ക് കൊണ്ടുപോയി ഹാഷ്മി തള്ളിയത്. ഇത് ഹാഷ്മിയുടെ ബ്രില്യൻസ് ഹാഷ്മി തട്ടിയിട്ട് ഓക്കെ. പക്ഷേ അതിലേക്ക് പോയി ചാടിക്കൊടുത്തത് അഖിൽ മാരാറുടെ വിഷയം. കാരണം അഖിലിന് അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല അവിടെ, അല്ലെങ്കിൽ അത് പറഞ്ഞ് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അഖിൽ അനലൈസ് ചെയ്തതാണ് എന്ന് പറയുന്ന സാധനങ്ങൾ ഇവിടെ അതിന് മുമ്പ് ഇഷ്ടംപോലെ ആൾക്കാർ, ഞാനൊക്കെ എൻ്റെ വീട്ടിൽ എത്രയോ പറഞ്ഞിട്ടുണ്ട്. BJPക്കൊപ്പം പോയാൽ അത് രാജ്യത്തിനെ സ്നേഹിക്കുന്ന രാഷ്ട്രീയവും, BJPക്ക് എതിർത്ത് പറഞ്ഞാൽ അത് രാജ്യവിരുദ്ധവും. ഈ സാധനം ഇവിടെ ഉള്ളതാണ്. ഇവിടെ എല്ലാവരും പറയുന്ന ഒരു ഐറ്റമാണത്. ഓക്കെ, അതൊരു BJPക്കാരൻ പറഞ്ഞാൽ അത് കൂടുതൽ എന്തായി, ആ BJPക്കാരൻ്റെ ഒരു തരം വർഗീയത സാധനമുണ്ട്. അത് ഈ പറഞ്ഞ രാജ്യസ്നേഹമായിട്ട് കൂട്ടിക്കുഴച്ച് അവരുണ്ടാക്കുന്ന ഒരു തരം ഒരു വൃത്തികെട്ട സാധനമുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്.
അപ്പോൾ ഇത് അഖിൽ ആ ഒരു BJP അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സംഘപരിവാർ BJP ആശയങ്ങൾ വെച്ച് എഴുതിയതാണ് എന്നുള്ളതിലേക്ക് ഹാഷ്മി ബ്രില്യൻ്റ് സാധനം വെച്ചു. കറക്റ്റ് ഈ ചങ്ങ അതിൽ പോയിട്ട് ഒരു ഉത്തരവും കൊടുക്കാതെ ബബ്ബ എന്ന് പറഞ്ഞിട്ട് അഖിൽ പോയി ചാടിക്കൊടുത്ത്. അനലൈസ് ചെയ്തതെന്നല്ല പറയണ്ടേ. ഇവിടെ എനിക്ക് നിങ്ങൾ രാഷ്ട്രീയം സംസാരിക്കുന്ന ഏതൊരാളോട് എടുത്ത് ചോദിച്ചാലും BJPയുടെ ആശയത്തിനോട് എതിർത്ത് നിൽക്കുന്നവരാണെങ്കിൽ പോലും പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താ അപ്പം അങ്ങനെ? മോദിനെ പറഞ്ഞ രാജ്യദ്രോഹിയാവും, BJPനെതിരെ പറഞ്ഞ രാജ്യദ്രോഹിയാവും. അതുണ്ട് ഇവിടെ, ഇല്ലാന്നാരെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷെ അത് ഒരു രീതിയിലും മാരാർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഹാഷ്മിക്ക് കൗണ്ടർ കൊടുക്കാൻ പറ്റിയില്ല. ഹാഷ്മി അവിടെ പറഞ്ഞ് കൃത്യമായിട്ട് നിങ്ങളിൽ എവിടെയോ ഇത്രയും കാലം നാട്ടുകാർ പറഞ്ഞ ആ ഒരു BJP എലമെൻറ്റ്, ഒരു സംഘപരിവാർ എലമെൻറ്റ്, അത് ഈ എഴുത്തിനകത്ത് കൃത്യമായിട്ട് മുഴച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തു. ഈ ഷോ കണ്ടു തുടങ്ങുന്ന ഏതൊരാളും ഈ സാധനമാണ് ആദ്യം മൈൻഡിൽ പോവുക. ഓക്കെ, പിന്നെ ഈ അഖിലിൻ്റെ തലയിൽ ഈ സംഗതി ആദ്യം മുതലുള്ളതാണ്. അത് നേരെ 2020 പോയതോട് കൂടിയിട്ട് ഈ സാധനം എന്തായി, ഓൾമോസ്റ്റ് ചാണകക്കുഴി പോയി ചാടണ്ടല്ലോ, വക്കത്ത് നിന്നാലും അതിൻ്റെ മണടിക്കുന്ന പറഞ്ഞ പോലെ ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു അടിയും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർ ഓൾറെഡി എന്ത് ചെയ്യും, ഇനി ബാക്കി പറ ഇവൻ്റെ സംഗീസ് എന്ന് പൊളിയും, ഈ മൂഡ് കയറും. അങ്ങനെ ആ മൂഡ് കയറ്റാൻ പറ്റിയ ഹാഷ്മിക്ക് ബാക്കി കാണാം. പിഷാരടി ഇത് പറയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഇലക്ഷൻ സമയത്ത് പല ആൾക്കാരും ചോദ്യം, ഈ അഖിൽമാരാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താ യോഗ്യത? ഇത് ഒരാൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സർക്കാസ്റ്റിക്കലി തിരിച്ചു ചോദിക്കുന്നു, എന്താണ് പിഷാ, കാരണം സിനിമാ മേഖലയിൽ നിന്ന് വന്ന മറ്റൊരാളാണല്ലോ, എന്താണ് പിഷാരടിയുടെ യോഗ്യത? ഈ മറു ചോദ്യത്തും എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ, അതായത് മാധ്യമങ്ങൾ അന്ന് ടൈറ്റിൽ കാർഡ് അടിച്ചിറക്കി, പിഷാരടിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താണ് യോഗ്യത അഖിൽമാരാർ, അപ്പൊ ഇദ്ദേഹത്തെ ഞാൻ പരിഹസിച്ചു എന്ന രീതിയിലാക്കി ഇദ്ദേഹത്തിന്റെ മുന്നിൽ പലരും അവതരിപ്പിച്ചു. അത് കാരണങ്ങൾ എന്തോ ആയിക്കോട്ടെ, അഖിൽമാർ ഇന്നത്തെ അല്ല നാളത്തെ അല്ല മറ്റന്നാൾ 2 കൊല്ലം കഴിയട്ടെന്ന് പറഞ്ഞു മാസം കഴിയുമ്പോൾ അഖിൽമാർ മാറ്റാണ്. മഹാത്മാഗാന്ധി ഉൾപ്പെടെയാണ്. അതൊന്ന് അടിച്ചു നോക്ക്, ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, മഹാത്മാഗാന്ധിയുടെ നിലപാടുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ അഖിൽമാരാർ താൽക്കാലിക നേട്ടത്തിനും സീറ്റ് കിട്ടാനും വേണ്ടി അഖിൽമാരാണ് കളിക്കുന്ന കളിയും ഗാന്ധിയെ തമ്മിൽ കമ്പയർ ചെയ്യലെ അസലാണ്. ഞാനൊരു കാര്യം ഗാന്ധിയെ കമ്പയർ ചെയ്യലെ ഞാൻ പറഞ്ഞത് ഈ ലോകത്ത് ഞാൻ എന്നെ ഗാന്ധിയായിട്ട് കമ്പയർ ചെയ്തില്ല, സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്തതാണ്. ഞാൻ എന്റെ നിലപാട് പറയാം. ഞാൻ പറഞ്ഞത് ഗാന്ധി തന്നെ ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്. അതായത് നിങ്ങൾ എന്നോട് ഒരിക്കൽ ചോദിച്ച ചോദ്യത്തിന് ഞാൻ അന്ന് നൽകിയ ഉത്തരം തന്നെ ആയിരിക്കില്ല ഞാൻ പിന്നീട് നൽകുന്നത്. കാരണം ആ നിലപാടുകൾ മാറും. പക്ഷെ ആ നിലപാട് സത്യത്തിനൊപ്പമാണോ, എന്റെ നിലപാട് സത്യത്തിനൊപ്പമാണോ എന്ന് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. പിന്നെ ഒരു ലോകത്തിന് ആർക്കായാലും ഒറ്റ നിലപാടുണ്ടാവും. കാര്യം നമ്മുടെ അച്ഛൻ, അമ്മ ചൂണ്ടിക്കാണിച്ചാളോ നമ്മുടെ അച്ഛൻ, അത് നമ്മൾ മാറ്റും. അമ്മ ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മതി. അമ്മ എന്ന് പറയുന്നു അന്ന് നീ മാറ്റി പറയും. DNA ടെസ്റ്റ് നടത്താൻ നിൽക്കുവോ? മംഗലശ്ശേരി മാധവമേനോൻ എന്റെ അച്ഛനാന്നും പറഞ്ഞു നീലകണ്ഠൻ ഇങ്ങനെ അഹങ്കരിക്കും. മോത്തോക്കി പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. അതെന്ത് എക്സാമ്പിൾ ആണെങ്കില് എനിക്ക് മനസ്സിലായില്ല സംഗതി. നിങ്ങൾ പറഞ്ഞ എക്സാമ്പിൾ എനിക്ക് ഒട്ടും പിടുത്തം കിട്ടിയില്ല. അമ്മ ചൂണ്ടിക്കാണിച്ച ആളാണ് അച്ഛൻ എന്നുള്ളത് ഓക്കെ, അമ്മ പറഞ്ഞു അത് അച്ഛനാണ് നിന്റെ. അമ്മ 10 ദിവസം കഴിഞ്ഞിട്ട് ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റ പൊടിക്കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അല്ലാത്തൊരു ചോദ്യം ചോദിക്കും, ഇല്ലേ അതെന്തപ്പോൾ മാറ്റി പറയുന്നെങ്കിൽ ആ ചോദ്യമാണ് നാട്ടുകാർ അഖിലിനോട് ചോദിച്ചത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതാ സെൻസ്, അതാണ് സാധനം. അമ്മയോടാണെങ്കിൽ പോലും ഈ പറഞ്ഞ ഇതാണ് നിൻ്റെ അച്ഛൻ, 10 ദിവസം കഴിഞ്ഞിട്ട് ഇതാണ് നിൻ്റെ അച്ഛൻ, ഇത് രണ്ട് വഴിക്ക് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആ അമ്മയോട് മക്കൾ ചോദ്യം ചെയ്യും. അതാണ് അഖിലിൻ്റെ കേസിൽ കറക്റ്റ്. കാരണം അഖിലിപ്പോൾ മഹാത്മാഗാന്ധിയുടെ കാര്യം പറഞ്ഞു, അഖിലിനോട് ചോദിച്ചാൽ ഈ ഒരു എൻറ്റയർ ജനകീയ കോടതിയിൽ എന്ത് കമ്പാരിസൺ പോണത് എങ്ങട്ടാ? മഹാന്മാരിലേക്കാണ് കമ്പാരിസൺ പോകുന്നത്, അവരുടെ കോട്ടുകളിലേക്കാണ് പോകുന്നത്. അത് വേറൊരു ക്രിഞ്ച് സാധനം. കാണുന്ന ആൾക്കാർ ഇയാളിത്, അതും ഹാഷ്മിക്ക് കൃത്യമായി പ്ലേസ് ചെയ്യാൻ പറ്റി. അതായത് എങ്ങനെയാണ് അഖിലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മഹാത്മാഗാന്ധിനെ വെച്ച് കമ്പയർ ചെയ്ത് കാര്യം പറയണത്. അപ്പോൾ കാണുന്ന വ്യൂവേഴ്സ് ശരിയാണല്ലോ, ഈ തോട്ടിക്ക് നമുക്ക് പോകും. മനസ്സിലായി? പക്ഷെ അഖിലത് വിട്ടുകൊടുക്കുന്നില്ല. അഖില എന്ത് പറഞ്ഞാലും പോണത് മഹാത്മാഗാന്ധി, സവർക്കർ, ഭഗത് സിംഗ് നിറങ്ങനെ പോവാ. അപ്പോൾ ഇതിനകത്ത് മഹാത്മാഗാന്ധിൻ്റെ കോട്ടുള്ളത് തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അഖിലിൻ്റെ വിഷയം എവിടെ വരുന്ന അറിയാം. ഓക്കെ, നമ്മൾ സത്യത്തിൻ്റെ ഒപ്പം നിൽക്കണം. ഓക്കെ, നമ്മുടെ നിലപാട് അല്ലെങ്കിൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സാധനം സത്യത്തിൻ്റെ കൂടെ ആവണമെന്നാണ്. അപ്പോൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു സമയത്ത് നമ്മൾ തെറ്റാണെന്ന് വിചാരിച്ച കാര്യങ്ങൾ പിന്നെ ഒരു സമയത്ത് നമുക്ക് സത്യമാണെന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ ഈ തെറ്റിനെ വിട്ട് സത്യത്തിനൊപ്പം പോകും. അതിനെ നിലപാട് മാറ്റം എന്നൊക്കെ ചിലർ വിളിക്കുന്നത്, അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവരാന്നൊക്കെ നമുക്ക് പറയാം. ഗാന്ധി പറഞ്ഞത് ഇറ്റ്സ് കറക്റ്റ്, അതൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അഖിലിൻ്റെ കേസിൽ ഈ ഒരൊറ്റ ഇൻ്റർവ്യൂവിനകത്ത് അഖിൽ കോൺഗ്രസിനെ കുറ്റം പറയുന്നുണ്ട്.
കോൺഗ്രസിൻ്റെ സീറ്റ് ചോദിച്ചില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആദ്യം പോകാൻ തീരുമാനിച്ചത് കോൺഗ്രസിലേക്കായിരുന്നു. കോൺഗ്രസിൽ സീറ്റ് ചോദിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരേ ഇൻ്റർവ്യൂവിനകത്തിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാത്മാഗാന്ധി പറഞ്ഞ മറ്റേ സത്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന നിലപാടിൻ്റെ സാധനമല്ല. മനസ്സിലായോ? അവിടെയാണ് അഖിലിന് പാളിയിട്ടുള്ളത്. അപ്പോൾ അടുത്തത് മഹാത്മാഗാന്ധി അടക്കട്ടെ. ഞാൻ മത്സരിക്കാൻ ആഗ്രഹിച്ചത് എനിക്ക് വേണമെങ്കിൽ ബിഗ് ബോസ് വിന്നറായി 50 ലക്ഷവും കാറും ഒരു ഇന്റർവ്യൂവിന് ഒരു ഉദ്ഘാടനത്തിന് 5 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് സുഖമായി ജീവിക്കാം. എനിക്ക് പിണറായി വിജയനെ പറയേണ്ട ഒരു കാര്യമില്ല. അന്ന് മാർക്കറ്റ് ഞാൻ പിണറായി വിരുദ്ധതയല്ല, സകലരും പറഞ്ഞതാ. എങ്ങനെ ജീവിക്കാൻ പറ്റുന്ന അഖിൽ പറയുന്നത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഒരു ബിഗ് ബോസ് ഷോ കഴിഞ്ഞിറങ്ങിയിട്ട് ഒരു കൊല്ലം, അതായത് അടുത്ത ഷോയുടെ അടുത്ത പാർട്ടിസിപ്പൻസ് വന്ന് അടുത്ത സീസൺ തുടങ്ങുന്നത് വരെ ജീവിക്കാം. അത് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വാല്യൂ ഉണ്ടാവും? ആ ഷോവിൻ്റെ ഫോർമാറ്റേ അതാ. ഒരു വർഷം അത്രേ ഉള്ളൂ. പാറ്റകളെ പോലെയാണ്. അടുത്ത മഴയത്ത് പോവും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഉണ്ടാക്കുക. ദാറ്റ്സ് ഇറ്റ്. അത് നിങ്ങൾ ഈ പറഞ്ഞ വലിയ കണക്കൊന്നുമല്ല മനുഷ്യ. ഇപ്പോൾ പോയിട്ട് ആരെങ്കിലും ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത് 4-5 ലക്ഷം രൂപ അഖിലിന് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യിക്കുന്നവർ ഇപ്പോൾ വിളിച്ച് ഈ 4-5 ലക്ഷത്തിന് ചെയ്യിക്കുമോ? ആവശ്യക്കാർ ചിലപ്പോൾ 1-2 പേര്, അല്ലാത്തവരൊക്കെ വിളിക്കുന്നുണ്ടാവും 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനൊക്കെ. വലിയ കണക്കുകളൊന്നുമില്ല. ഈ അഖിലിന് പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പൈസയുടെ കണക്ക് പെരുപ്പിച്ച് കാണിക്കുക, ലൈഫ് സ്റ്റൈൽ പെരുപ്പിച്ച് കാണിക്കുക, അതിങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുക. ആദ്യമേ ഒരു രാഷ്ട്രീയക്കാരനാവാൻ താല്പര്യമുള്ളൊരു വ്യക്തി, രാഷ്ട്രീയക്കാരനായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നൊരു വ്യക്തി എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു തരം ജസ്റ്റ് ആൻ ആവറേജ് ലിവിങ് സ്റ്റൈൽ. ഞാനും ഒരു സാധാരണക്കാരൻ, ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇതല്ല. ഇതെപ്പോഴും ഒരു എബോ ആവറേജ് ലിവിങ് സ്റ്റൈലുള്ള, ഞാൻ നിങ്ങളെക്കാൾ വരുമാനമുള്ള, ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ വെൽ ഓഫ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞിടത്ത് തന്നെ ഒരു മാടമ്പി സ്വഭാവം വരുന്നുണ്ട്. അതിൽ നിന്ന് ബാക്കിയുള്ളവരപ്പോൾ ചോദ്യം ചെയ്യാൻ പോകരുത്. അല്ലെങ്കിൽ ഞാൻ ഇത്ര സമ്പാദിക്കുന്നവനാടേ, എനിക്ക് ഇത്രയും കാറും സാധനവും ഉള്ളവനാടേ, നിങ്ങൾ എന്നെ ആ മൂടൊരു രാഷ്ട്രീയം മുന്നോട്ട് കണ്ടുപോകുന്ന ഒരാൾക്ക് നന്നല്ല. അതെനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് കുറച്ച് എത്രയോ പേരില്ലേ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ കീപ്പ് ചെയ്യുന്നു, അതാണ് അതിൻ്റെ ഒരു ശരി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് അടുത്ത് നോക്കാം. കുറേ ഉണ്ട് ഇത്. രാഷ്ട്രീയത്തിൽ മാത്രമല്ലേ ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ ലുലു മുണ്ടു കാണിക്കുന്നതാണ് എന്ന് അഖിൽമാരാർ പറയുകയും അവസരം കിട്ടുമ്പോൾ നേരെ ബിഗ് ബോസിലേക്ക് പോവുകയും ചെയ്യും. അഖിൽമാരാർ കോൺഗ്രസിന്റെ സ്ഥാനം കിട്ടാതാകുമ്പോൾ നേരെ NDA ഫോണ്ടിലേക്ക് പോവുകയും ചെയ്യും. ഇതിന്റെ പക്ക നിലപാട് മാറ്റം പറയുന്നത്. ഗാന്ധിയോട് കമ്പയർ ചെയ്യല്ലേ, മോശമാണ് ഗാന്ധിക്ക്. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നിട്ട് ഒരു 5 കള്ളത്തരം ജനത്തെ പറ്റിച്ചു. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുത്തനെയും പറ്റിച്ചിട്ടില്ല. ഞാൻ ബിഗ് ബോസിൽ പോയാലും പോയില്ലെങ്കിലും അത് എന്നെയും എന്റെ കുടുംബത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ കോൺഗ്രസ്സുകാരുടെ പുറകെ ഒന്നും എനിക്ക് സീറ്റിന് വേണം നടന്നിട്ടില്ല. അതെങ്ങനെ കോൺഗ്രസ്സുകാരെ പിറകെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ അഖില് ഇതേ ഷോവിനകത്ത് കോൺഗ്രസ്സുകാരെയായിട്ട് ഡീല് സംസാരിച്ചതിൻ്റെ കാര്യവും ഒരു ഇപ്പം ക്യാബിനറ്റിലുള്ള ഒരു മിനിസ്റ്ററുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം കയ്യിലുണ്ട്. അത് പുറത്ത് വന്ന അയാൾ നാറുന്നു. ഇവർ കോൺഗ്രസ്സുകാർ സീറ്റിനെ കുറിച്ച് നെഗോഷിയേറ്റ് ചെയ്യുന്ന കഥയും ഇതേ ഫ്ലോറിലിരുന്ന് ഇതേ ചർച്ചയിലിരുന്ന് പറഞ്ഞു. അതാണ് അഖിലേ പറഞ്ഞത്. മഹാത്മാഗാന്ധി പറഞ്ഞ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാൻഡ്, നിലപാട്, ആ സാധനമല്ല അഖിലിൻ്റെ കേസിൽ എല്ലാവരും ചോദിക്കുന്നത്. ഇതാണ് ചോദിക്കുന്നത്. ആദ്യം പറയും ഞാൻ കോൺഗ്രസ്സുകാരെ പിന്നാലെ പോയിട്ടില്ല, കോൺഗ്രസ്സുകാർ എന്നോട് സീറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. 2 സെക്കൻഡിൽ അടുത്ത് എന്തോ ഒരു ചോദ്യം വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ല ഞാനിത് അവരെന്നെക്കുറിച്ച് രമേശ് ചെന്നിത്തല എന്നോട് സീറ്റിൻ്റെ കാര്യം പറഞ്ഞു, VD സതീശനോട് സീറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു മാറ്റിയ സാധനം. ഞാൻ സവർക്കറെ ന്യായീകരിക്കുമ്പോൾ എനിക്ക് കൃത്യമായ റീസൺ ഉണ്ട്. ഹാഷ്മി പറഞ്ഞു മാപ്പ് കൊടുത്തവൻ എന്തിനാണെന്നേ ഈ വീട്ടുതടങ്കലിലും ജയിലുമായിട്ട് 50 വർഷം കിടന്നത്. എവിടെ കിടന്നു മാപ്പ് കൊടുക്കും. ഞാനാണെങ്കിലും കൊടുക്കുമല്ലോ, 9 കൊടുക്കുമല്ലോ, 50 മാപ്പ് എഴുതി കൊടുക്കില്ല. എന്റെ 50 ഞാനൊന്ന് പറഞ്ഞോട്ടെ, 500 മാപ്പ് ഞാൻ എഴുതി കൊടുക്കും. എനിക്ക് ഇത് ഞാൻ മറുപടി പറയാൻ കേൾക്കാൻ ധൈര്യമുണ്ടോ? മറുപടി പറയാൻ ഇവിടുത്തെ ഏത് കാലയാപനം കഴിക്കാൻ കൈപറ്റി സവർക്കർ. ഞാൻ എന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ സ്വാതന്ത്ര്യ സമരകാലം ഞാൻ ബ്രിട്ടനെതിരെ പോരാടി, എന്നെ പിടിച്ച് ജയിലിലിട്ടു. എന്നെ 3 വർഷം കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ഒരാൾ ഒന്ന് പറയുക, എടാ ഇതിനകത്ത് കിടന്ന് നശിക്കാതെ നീ ഇറങ്ങി വാ, അവന്മാർക്ക് മാപ്പോ കോപ്പോ എന്താന്ന് വെച്ചാൽ എഴുതി കൊടുക്ക്.
ഇത് ഞാൻ കൊടുത്തിട്ട് ഇറങ്ങി വരാൻ നോക്കും. കാരണം എന്റെ ലക്ഷ്യം അകത്ത് കിടന്ന് നശിക്കുക എന്നുള്ളതല്ല. അതായത് ഭഗത് സിംഗ് മാപ്പ് പറഞ്ഞവരെ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് ഇൻകുലാബ് വിളിച്ച് കഴിവനം കയറിയാളാ ഭഗത് സിംഗ്. ആ ഭഗത് സിംഗ് തൂക്കി കൊന്നതാ. തൂക്കി കൊന്നു. അതാ പറയുന്നത്. സവർക്കറെ തൂക്കി കൊന്നായിരുന്നു. അങ്ങനെ നട്ടലുള്ള ഭഗത് സിംഗിനെ ആരാധിക്കുന്ന താങ്കൾക്ക് ദാസ്യമായി ഈ പറഞ്ഞ മാപ്പ് പറഞ്ഞ സവർക്കർ എങ്ങനെ അനുഭവിക്കാൻ പറ്റുക? അയ്യേ എന്റെ പൊന്ന് ഹാഷ്മി, മാപ്പ് രണ്ട് രീതി പറയാം. സ്വയം തെറ്റ് മാപ്പേ ഉള്ളൂ. ഒരു മാപ്പ് ഒന്നേ ഉള്ളൂ. ആര് പറഞ്ഞു? അപ്പോളജി. ഇപ്പൊ ഹാഷ്മിയുടെ ഭാഗത്തുനിന്ന് എന്താണ് പറയുക? ഒരു പെൺകുട്ടിയോട് ഹാഷ്മി മോശമായി പെരുമാറി, ഹാഷ്മി മാപ്പ് പറഞ്ഞ ഹാഷ്മി അങ്ങ് മോശക്കാരനാവും. അങ്ങനെയല്ലോ ഇത്. ഞാൻ ചോദിച്ചാൽ മാപ്പ് എന്ന് പറയുന്ന വാക്ക് എന്താ? ഈ വിഷയം അങ്ങനെയാണോ? എന്ത് ചോദിച്ചാൽ രാജ്യത്തെ മാപ്പ് കൊടുത്തു. നമ്മുടെ അയാൾ മാപ്പ് കൊടുത്തു. അയാൾ മാപ്പ് കൊടുത്തു. സവർക്കർ പറയുകയാണ് എന്നെ പുറത്തു വിട്ടാൽ ഞാൻ നിങ്ങളുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ 60 രൂപ വാങ്ങി മാസം. ഇയാൾ സവർക്കറിന് ഊക്കി വിട്ടതാണോ അതായത് സവർക്കറിനെ സപ്പോർട്ടറാണ്, സവർക്കറിനെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഇതെനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം സവർക്കർ ഇഷ്ടമാണ്, ഗാന്ധിയെ ഇഷ്ടമല്ല. ഓക്കെ, മാപ്പ് എഴുതി കൊടുത്തതിന് മൂപ്പരൻ്റെ മറ്റേ സിനിമാറ്റിക് സാധനമായിട്ട് പറഞ്ഞതാണ് ഏറ്റവും കോമഡി. ഏതോ ഒരാൾ ജയിലിൽ കയറി വന്നിട്ട് എന്തിനാണ് അറിയിക്കുന്നത് മാപ്പ് എഴുതി കൊടുത്താളെന്ന് പറഞ്ഞപ്പോൾ 8-9 വട്ടം മാപ്പ് എഴുതി കൊടുത്തു. അതിനർത്ഥം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തെങ്കിലും അയ്യോ ഒന്നും പറയുന്നില്ല. അതൊന്നാമത്തെ വിഷയം എന്താണ്, സവർക്കറിൻ്റെ കാര്യം പറയുമ്പോൾ ആ ചങ്ങായി ഒരു ബ്രിട്ടീഷുകാരനെ എന്തോ തട്ടിയിട്ടെങ്ങാണ്ടാണ് അകത്ത് പോയിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ മറ്റേ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം ചെയ്ത് അങ്ങനെ അകത്ത് പോയതല്ല. എൻ്റെ അറിവിൽ അങ്ങനെയല്ല. ഇനി എന്നെ നിങ്ങൾക്ക് തിരുത്താം. സ്വന്തം രാജ്യത്തിന് വേണ്ടി, സ്വന്തം മണ്ണിന് വേണ്ടി, സ്വന്തം ആളുകൾക്ക് വേണ്ടി ജയിലിനകത്ത് കിടന്ന ഒരാൾ ഒരു ബ്രിട്ടീഷുകാരൻ്റെ ബൂട്ട് നക്കാൻ പോവില്ല. മനസ്സിലായോ? ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ബ്രിട്ടീഷുകാരൻ്റെ ബൂട്ട് നക്കാൻ പോവില്ല. ബിക്കോസ് നാടിന് വേണ്ടിയിട്ടാണ്. സവർക്കർ അകത്ത് കിടന്നത് അതിന് വേണ്ടിയിട്ടൊന്നും അല്ലാത്തതുകൊണ്ട് സവർക്കർ നക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ സവർക്കറിന് വേണ്ടി സംസാരിക്കുന്നവരുടെ അടുത്ത് അത്ര ക്ലാസ് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അവർക്ക് അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല? അവർ സ്വയം സവർക്കറായിട്ട് കാണുന്നവരാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കാറ്. സവർക്കറിന് വേണ്ടി സംസാരിക്കുന്ന വീർ സവർക്കർ എന്നൊക്കെ പറയുന്നവർ ഞാൻ മനസ്സിലിരിക്കാറാണ്. കാരണം ഇറ്റങ്ങളും അയാളെ പോലെ തന്നെയാണ്. പിന്നെന്തിനാ നമ്മൾ അവരോട് പോയി സംസാരിക്കാൻ എന്നിട്ട് ഒരു കാര്യമില്ല. ഒരു തിരുന്നാൻ പോണില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ളവരോട് ഞാൻ പറയുമ്പോൾ അഖിലിനൊന്നും സവർക്കറുടെ കേസിൽ തിരുത്താൻ പോയിരിക്കാറുള്ളത്. തിരുന്തണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. 2020 പോകാനുണ്ടായ കാരണം കൊട്ടാരക്കരയിൽ എന്നെ മത്സരിപ്പിക്കണം എന്നുള്ളത്, ഞാനത് ഈ വോയിസ് റെക്കോർഡ് ഞാൻ പുറത്തു വിടത്തില്ല. എനിക്ക് വേണമെങ്കിൽ രമേശ് ജി എന്നോട് പറഞ്ഞതും മറ്റുള്ളവർ എന്നോട് പറഞ്ഞതും നിരന്തരം എന്നോട് കോൺഗ്രസിലെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞിരുന്നതൊക്കെ പറയാം. 4 വർഷമായിട്ട് രാഷ്ട്രീയ രംഗത്തെ ഇല്ലാതിരുന്ന ഐഷ പൂറ്റിയെ കൊണ്ടുവരുന്നത്. അപ്പൊ എന്നോട് മറ്റു പല സീറ്റുകളെ കുറിച്ച് ആലോചിക്കാൻ പറയുന്നു. ഏത് മണ്ഡലമാണ് അഖിലിനെ പറ്റി ഒരു ഓപ്പണിംഗ് എന്ന് നോക്കിയിട്ട് ഞാൻ പറയാം എന്ന് വി ഡി സതീശൻ അന്ന് എന്നോട് പറയുന്നു. അപ്പൊ എനിക്ക് തോന്നി എന്തായാലും കൊടുക്കുന്ന സുരേഷ് എനിക്ക് ടാപ്പ് വെച്ചല്ലേ, സ്വതന്ത്രനായി കൊട്ടാരക്കര മത്സരിക്കാം. ഫെബ്രുവരി 5-ാം തീയതിയാണ് രമേശ് ചെന്നിത്തല അവസാനം എന്നെ വിളിക്കുന്നത്. അതായത് ഫെബ്രുവരി 6-ാം തീയതിയാണ് വി ഡി സതീശന്റെ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നത്. ഇതിന് തലേ ദിവസം ഞാൻ ജമാഅത്ത് ഇസ്ലാമി വിഷയത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതായത് NSSനെയും SNDPയും ഒക്കെ തള്ളിപ്പറയുന്ന പ്രതിപക്ഷ നേതാവ് മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ കൂടി തള്ളി പറയേണ്ടിയിരിക്കുന്നു. ഈ വിഷയം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇദ്ദേഹത്തിനുമായിട്ട് വേണ്ടപ്പെട്ട ആൾക്കാർ പറയുന്നു. അപ്പൊ നീ എന്തിനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പോയതെന്ന് സന്ദീപ് വാര്യർ ആ സമയത്ത് എന്നെ വിളിച്ച് ചോദിക്കുന്നു. അത് പ്രതിപക്ഷ നേതാവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ സംസാരിക്കാം. അപ്പൊ സന്ദീപ് എന്നോട് പറയുന്നുണ്ട്, അഖിൽ എങ്ങും മാറിപ്പോകരുത്, ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഒരു പരിഗണന നിനക്ക് ഉണ്ടാവും, നീ അങ്ങനെ മാറരുതെന്നൊക്കെ പറയുന്ന സമയത്താണ് സന്ദീപിന് തന്നെ അവസാനമാണ് ഒരു തീരുമാനമായത് സീറ്റിന്റെ കാര്യത്തിൽ. എന്നിട്ട് ആ സന്ദീപ് പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ല, സന്ദീപ് ഇങ്ങനെയൊക്കെ നല്ല ടേംസിലാണ്. അതോട്ടെ, ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇയാൾ കുറച്ച് മുമ്പാണ് ഇതേ വേദിയിൽ പറഞ്ഞത്, നമ്മൾ കേട്ടതാ, ഞാൻ പ്ലേ ചെയ്ത വീഡിയോനകത്ത്. കോൺഗ്രസ്സുകാർ ഒരു നെഗോസിയേഷനും വന്നിട്ടില്ല, ഇയാൾ പോയിട്ടുമില്ല എന്നുള്ളത്. എന്നിട്ടിപ്പോൾ രമേശ് ചെന്നിത്തലേൻ്റെ പേര് പറഞ്ഞു, വോയിസ് റെക്കോർഡിൻ്റെ കാര്യം പറയുന്നു, VD സതീശൻ്റെ കാര്യം പറയുന്നു. ഇനി ഇതേ ഫ്ലോറിൽ വാശിങ്ങോട്ട് കയറിയിട്ട് മൂപ്പര് പറയും ക്യാബിനറ്റിലുള്ള ഒരു മിനിസ്റ്ററിന് വോയിസ് റെക്കോർഡ് ഇന്ത്യയിലുണ്ട് എന്നുള്ളത്. അന്നം തിന്നണ ഒരുത്തന് ഇത് കണ്ടൊരാൾക്ക് മനസ്സിലാവില്ല അത് രമേശ് ചെന്നിത്തലേൻ്റെ വോയിസ് ആണെന്നുള്ളത്. ഇതാണ് പ്രശ്നം, മനസ്സിലായില്ലേ? ഇതാണ് സീൻ, ഇതാണ് അഖിലിൻ്റെ വിഷയം, മനസ്സിലായോ? അഖിലിന് ടെമ്പർ തെറ്റുമ്പോൾ അഖിൽ എന്തെങ്കിലും അവിടെ വിളിച്ച് പറയും. അത് 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 ശരിയാവില്ല. അതല്ല ഞാൻ പറഞ്ഞല്ലോ, നിലപാടിൻ്റെ കാര്യത്തിലല്ല അഖിലിൻ്റെ വിഷയം. അത് നിലപാട് എന്ന് പറഞ്ഞാൽ അഖിൽ വെക്കുന്ന സാധനം, മഹാത്മാഗാന്ധി പറഞ്ഞ ഐറ്റം, ഓക്കെ, അത് പിന്നെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. സത്യത്തിന് വേണ്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി സത്യത്തിലേക്ക് വരുന്നത് നിലപാട് മാറ്റമായിട്ട് കാണുന്നതിന് കാണുന്നതോട് നമുക്കൊന്നും പറയാനില്ല. പക്ഷെ ഇതെന്താ,
അതാണ് പ്രശ്നം. ഈ സംസാരങ്ങളാണ് വിഷയം. ആദ്യം ഞാൻ സീറ്റ് ചോദിച്ചിട്ടില്ല, എന്നോട് ആരും സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടില്ല. രണ്ടാമത് വരുമ്പോഴത്തേക്ക് രമേശ് ചെന്നിത്തലേൻ്റെ വോയിസ് ഉണ്ട്, വി ഡി സതീശൻ്റെ ഇതുണ്ട്, സന്ദീപ് വാര്യർ പറഞ്ഞു സീറ്റ് ഉണ്ട്. ഇനി പറയും എൻ്റെ കയ്യിലൊരു ഓഡിയോ ഉണ്ട്, പക്ഷെ ഞാൻ ആളാരാന്ന് പറയില്ല. ഒരേ ഇൻ്റർവ്യൂവിൽ മിനിറ്റുകൾ ഗ്യാപ്പ് വ്യത്യാസത്തിൽ ഇത്രയും വേരിയേഷൻസ് ആണ് ഒരു മനുഷ്യൻ സംസാരിക്കുന്നതിൽ. അപ്പോൾ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഹാഷ്മി ആണെങ്കിലും ഒക്കെ ഇതെന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത് ചിന്തിച്ചു പോയാൽ അതിലെന്താ തെറ്റ്? അത് ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതായത് ആളും പേരും ഇല്ലാത്തൊരു ജില്ലയിൽ 2020 10 പേര് പോലും ഇല്ലാത്തൊരു ജില്ലയിൽ അവിടെ പോയി ജില്ലാ പ്രസിഡന്റ് ആവാന്ന് പറയുന്നവന് എന്തോ പൈസ കിട്ടുമെന്ന് കരുതിയിട്ടാ. എനിക്ക് ഇന്നും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്ത് 1.5 ലക്ഷം രൂപ GST എനിക്ക് കിട്ടും. ഇൻസ്റ്റാഗ്രാമിൽ ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്താൽ 1.5 ലക്ഷം രൂപയും GST. പ്രമോഷൻ വീഡിയോ പോസ്റ്റ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ വീണ്ടും രസമുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയാണ്. അല്ലാതെ ഇൻസ്റ്റാഗ്രാം പൈസ തരുന്ന ഒരു സെലിബ്രിറ്റി ആണോ, ഒരു പോസ്റ്റിന് പൈസ തരുന്ന സെലിബ്രിറ്റി ആണോ അഖിൽ മാരാർ? എൻ്റെ അറിവിലല്ല. കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ ഇൻസ്റ്റാഗ്രാം പൈസ കൊടുക്കുന്ന ഒരു പോസ്റ്റിന്? വിരാട് കോഹ്ലിക്ക് കിട്ടി അല്ലെങ്കിൽ കിട്ടും എന്നുള്ളത് നമുക്കറിയാം. ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി ആ കാറ്റഗറി ഒന്നും അല്ലല്ലോ അഖിലിന് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പ്രമോഷൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രമോഷൻ്റെ ആൾക്കാർ ചിലപ്പോൾ പൈസ തരും. അത് അഖിലും ആ പ്രമോഷൻ്റെ ടീമും ഫിക്സ് ചെയ്യുന്ന പൈസ. മനസ്സിലായോ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞേ, എന്തെങ്കിലുമൊക്കെ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു കാര്യം അത് ചില ആളുകൾ അങ്ങനെയാണ്. അവരിങ്ങനെ കാണിക്കും, ലൈഫ് സ്റ്റൈൽ പെരുപ്പിച്ച് കാണിക്കും. അത് പിന്നെ എപ്പോഴാണ് പ്രശ്നം വരുമല്ലോ, നമ്മളിങ്ങോട്ട് എന്തെങ്കിലും വിഷയത്തിന് താഴെ പോയാലോ, നമുക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നം വന്നാലോ, അങ്ങനത്തെ വിഷയം വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരും, കളിയാക്കലുകൾ വരും. എപ്പോഴും നമ്മളൊരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് പോയാൽ അതൊരു നല്ല കാര്യമാണ്. പിന്നെ കാണിക്കേണ്ടത് കാണിക്കണം, അതും ഞാൻ പറയുന്നുണ്ട്. കാണിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അഖിലിൻ്റെയൊക്കെ കേസിൽ ഇത് ഭയങ്കര വേരിയേഷനാണ്. മനസ്സിലായോ? ഒരു ഭാഗത്ത് സാധാരണക്കാർക്ക് വേണ്ടി വെള്ളിയും ഇട്ട് വന്ന ഒരു രാഷ്ട്രീയക്കാരനായി പണ്ടത്തെ കഥകൾ പറയുമ്പോൾ മാങ്ങാ വിറ്റ്, ഇതൊക്കെ ഭയങ്കര ഒരു ലോ പ്രൊഫൈൽ സാധനങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഒറ്റയടിക്ക് എന്താണ് ഭയങ്കര വലിയ വേരിയേഷനിക്കാണ് ചാടണേ. അപ്പം അത് ആ ലൈഫ് സ്റ്റൈലിൻ്റെ സാധനങ്ങൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ സാധനമൊക്കെ എൻ്റെ പൊന്നെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് ബാക്കി കേൾക്കാം. അഖിൽ മാരാർ തൃക്കാക്കര ഇല്ലെങ്കിൽ മത്സരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അഖിൽ മാരാർ അവിടെ ഗോപകുമാർ എന്ന് പറയുന്ന അതിന്റെ ഉപാധ്യക്ഷന്റെ കാലിൽ കെട്ടിപ്പിടിച്ചിടുന്ന് കരഞ്ഞു. കുഞ്ഞിനെ പോലെ സാബുജെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ പറഞ്ഞത് വൈകാരികമായി കരഞ്ഞു അല്ലേ? നിങ്ങൾ ആ ഓഫീസിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഭാരത് മാതാ കോളേജിന് നേരെ ഓപ്പോസിറ്റ് റിലയൻസിന്റെ ഒക്കെ നിൽക്കുന്ന ഒരു വലിയ ഓഫീസുണ്ട്. അതിന്റെ 7ാമത്തെ നിലയിൽ അന്നുണ്ടായിരുന്ന ഒരു 100 പേര് എന്നെ വന്ന് അഭിനന്ദിച്ചിട്ട് പോയി, ഗോമാർക്ക് ഇത്രയും കൊടുത്തല്ലെന്ന്. ഒന്നിക്ക് ഞാൻ നിന്നെയൊക്കെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞു. 25-ാം തീയതി എന്റെ അല്ല, മാർച്ച് 16-ാം തീയതി ഇത് മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നതിന്റെ തൊട്ടു മുന്നേ എന്നെ വിളിച്ച് ഈ രീതി നശിപ്പിച്ചപ്പോ ഈ സാബു ജേക്കബിന്റെയും ഗോപകുമാറിന്റെയും മുന്നിൽ ഇരുത്തി 2 എണ്ണത്തിനോട് ഞാൻ പറഞ്ഞു. അതായത് ഗോപകുമാർ ഞാൻ സാബു ജേക്കബോട് സംസാരിച്ചു വന്നപ്പോ ഇടയ്ക്ക് ഇവർ സംസാരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് അഖിൽ വലിയ ആളാന്നല്ലോ ഒരു വിചാരം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരക്ഷരം വേണ്ടി അതിന്റെ ചെവുക്കലടിച്ച് ഞാൻ പറയും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇടയ്ക്ക് ഇറങ്ങരുത്. ഇത് ബഹളമായി. കാരണം ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ചതിച്ചതിന് ആദ്യം മാപ്പ് പറയണം. ആദ്യം മാപ്പ് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കണം, അഖിലെ നമ്മൾ പെട്ടുപോയി, അഖിൽ തൃക്കാക്കര മത്സരിക്കാമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കും. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച ചെവുക്കലടിച്ച് ഞാൻ പറയും ഇറങ്ങി പോകുന്നു പറഞ്ഞു. എന്തോ അബ്സല്യൂട്ട് സിനിമയോ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടന്നു കാണും. വധഭീഷണിയാ, കയ്യേറ്റമാ, അവരുകൊണ്ട് കേസ് കൊടുത്ത് അതിൽ പെട്ടുപോവേ. ഓഫീസിൽ കയറി വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CCTV വിഷ്വലൊക്കെ എടുത്ത് വെച്ചിട്ട് അയ്യോ അതൊക്കെ എനിക്ക് ഈ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം പറച്ചിലൊക്കെ കാണുന്നല്ലാതെ ഇങ്ങനെയൊക്കെയാവൂ. പിന്നെ 7ാമത്തെ ഫ്ലോറിൽ 100 പേരാ. എന്തുവാടെ ഇത്? ഫുട്ബോൾ കോർട്ട് ഉണ്ടായിരുന്നു അവിടെ, മറ്റേ ടർഫ് അല്ല അങ്ങനത്തെയൊക്കെ 100 പേരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 100 പേര് എന്ത് ബിൽഡിങ്ങാ അത്? തൃക്കാക്കര അത്രയും വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവും. 100 പേരെ 7ാമത്തെ ഫ്ലോറിൽ കൊള്ളാൻ പാകത്തിനുള്ള, എന്നിട്ട് 100 പേരും വന്ന് കൈ തന്നു എന്ന് പറഞ്ഞാൽ അതിന് തന്നെ ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ച് അഖിൽ ആ കൈ ഷെയ്ക്കൻ്റെ കൊടുക്കാൻ നിൽക്കേണ്ടി വരും. അതും ആ 100 പേർക്ക് ഈ പറഞ്ഞ സാബുവിനോടും ബാക്കി മറ്റേ ഗോപാലകൃഷ്ണനോ എന്തൊരു ചങ്ങായിനോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെയുള്ളത് നമ്മൾ ദേഷ്യമുള്ള ഒരാളോട് നമ്മൾ വേറൊരാൾ കയർത്ത് സംസാരിക്കുമ്പോൾ ചൂടാകുമ്പോൾ നമുക്ക് അയാളെ അപ്രിഷ്യേറ്റ് ചെയ്യാറ്. ഈ 100 പേരും 2020ക്ക് എതിരായിട്ടുള്ള ആൾക്കാരും ആയിരിക്കും. ഏത് പോസിബിൾ ആവുന്നില്ലല്ലോ, അങ്ങോട്ട് ഒന്നും മാച്ച് ആവുന്നില്ല പറഞ്ഞ കാര്യങ്ങളൊന്നും. നിങ്ങൾക്ക് ഒരു വേരിയേഷൻ തോന്നിയോ? ഞാൻ തോന്നിയോണ്ടാണേ പറഞ്ഞേ. ഞാൻ പറഞ്ഞു നമുക്ക് തൃക്കാക്കര ജയിക്കാൻ പറ്റും.
അങ്ങനെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറുപടി പറയാം. ഇതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ ഒരു മിനിറ്റ് കളിയാക്കി ചിരിക്കലല്ല. ഞാൻ പറയുന്നത് ചോദിക്കുക. ഇത് കാണിച്ചല്ലോ. ഇനി ഞാൻ പറയും. ഞാൻ തന്നെ പറഞ്ഞതാണെന്ന്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും പറയേണ്ടി വരും. പക്ഷെ ഇത് സത്യമുണ്ട്. സത്യത്തിൽ ഒരു തരം എന്റെ നാട്ടിൽ ഉൾപ്പെടെ നാണം കെട്ട് നിൽക്കുക ഞാൻ. അല്ലാതെ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ? തൃക്കാക്കര സീറ്റാണ് എനിക്ക് തന്നത്, നിനക്ക് പ്രാന്താന്നോടെ ചോദിക്കും. തൃക്കാക്കര സീറ്റ് തരാൻ വേണ്ടിട്ട് വഴി കൂടെ പോകുന്ന ഏത് അലവലാതിക്കും കൊടുക്കാൻ പറ്റുന്ന സീറ്റാ തൃക്കാക്കര. 140 തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അഖിൽ മാരാരെ 2020 ചേർന്നു എന്ന വാർത്ത നിങ്ങളെല്ലാം കൊടുത്തിട്ടോ ഞാൻ ആ സമയത്ത് 2020 വിട്ടു പറഞ്ഞാൽ ആര് ശ്രദ്ധിക്കും? സ്വയം അങ്ങോട്ട് അലവലാതിയായി മാറി മനുഷ്യൻ. വയ്യേ നിങ്ങക്ക്? സത്യം പറയാൻ ഞാൻ ചോദിക്കുന്നു, വയ്യ നിങ്ങൾക്ക് ആ ദിവസം എന്തെങ്കിലും വയ്യായി കണ്ടായിരുന്ന? അല്ല, റോട്ടിൽ കൂടി പോകണ ഏത് അലവലാതിക്കും എടുത്തു കൊടുക്കുന്ന ഒരു സീറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? നിങ്ങളവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്നുള്ളത്. ഒരു തരത്തിലുള്ള പാർട്ടി സംവിധാനങ്ങളും അവിടെ ഇല്ല. NDAക്കും ഇല്ല, ഈ പറഞ്ഞ 2020ക്കും ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഏത് അലവലാതിനെ നിർത്തി തോൽപ്പിക്കാൻ പറ്റുന്നൊരു സീറ്റിൽ അവർ ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു അലവലാതിനെ നിർത്തി തോൽപ്പിച്ചു മനഃപൂർവ്വം എന്നുള്ളതിലേക്ക് നിങ്ങൾ ചാടിക്കൊടുത്താൽ പോയിട്ട് എന്തോ നടയത്. അപ്പോൾ അതൊന്നുമല്ല. ഈ ഒരു ടൈമിൽ എനിക്കറിയാം അഖിൽ ഈസ് ലൈക്ക് ഡാം കോൺഫിഡൻറ്റ്. മനസ്സിലായി? ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അഖിലിന്. അപ്പോൾ എന്തുകൊണ്ടോ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അതൊരു ചതിയായിരുന്നു, അല്ലെങ്കിൽ അതൊരു അങ്ങനത്തെ സാധനമായിരുന്നു എന്നൊക്കെയാണ് അഖിലിൻ്റെ വേർഷൻസ് വരുന്നത്. മേ ബി അഖിൽ തിങ്ക് ചെയ്ത പോലുള്ള സാധനങ്ങൾ വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല 2020. ഇറ്റ്സ് വെരി എവിഡൻറ്റ്. അത് ഫിനാൻഷ്യൽ മാറ്റർ ആണോ അതോ പവർ പൊളിറ്റിക്സിൻ്റെ സാധനങ്ങളാണോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. സം ടേംസ് അത് തെറ്റി. പിന്നെ അഖിലിൻ്റെ ഒരു നൈസ് പ്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് അങ്ങനെ ചാണകക്കുഴി ചാടിയിട്ടില്ല, വക്കത്ത് പോയി നിന്നുകൊണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ നാട്ടുകാർ ചെറിയതായിട്ടൊന്ന് മറന്നു തുടങ്ങിയാലും വേണമെങ്കിൽ ചാണകക്കുഴി ചാടാം. ഏത് കോൺഗ്രസ് ഇനി തിരിച്ചെടുക്കുമോ സംശയമാണ്. കാരണം ഈ ഒരു ജനകീയ കോടതിയും കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ്ക്ക് എടുക്കാൻ വളരെ പാടാണ്. കാരണം അമ്മത് ഡയലോഗ് ഇതിനടുത്ത് അടിച്ചിട്ടുണ്ട്. അഖിൽമാരാണോ മത്സരിച്ചത്? അല്ല, ഇന്ത്യയാണ് മത്സരിച്ചത്. മത്സരിക്കുമ്പോൾ ചോദിച്ചാൽ മതി. ആശയങ്ങളുടെ പോരാട്ടമാണ്. ആശയങ്ങളുടെ പോരാട്ടമാണ്. എന്തല്ല എന്റെ പ്രശ്നമോ? ഒരു മനുഷ്യനെ കിട്ടാനുള്ള പൈസ കിട്ടിയില്ല, അതാണ് പ്രശ്നം. ആണോ? അതാണ് പ്രശ്നം. ഓടിയിലുണ്ട്. ഇവനോടൊക്കെ പൈസ ചോദിച്ചോ? അഖിൽമാരാന്റെ പൈസ കളഞ്ഞ് ഞാൻ മത്സരിച്ചോ? അത് ഞാൻ പറയുന്നല്ലോ. എന്റെ വണ്ടി ഞാൻ വിറ്റെന്ന് പച്ചക്കള്ള പറയുന്നത്. BMW വണ്ടി വിറ്റതോ? ഏപ്രിൽ ഏത് BMW വണ്ടി? എനിക്ക് BMW ബൈക്ക് ഞാൻ വിറ്റത് ഈ തെരഞ്ഞെടുപ്പിന് ഇടയില. അല്ലെന്നേ, അഖിൽമാർ 5 പൈസ ചെലവാക്കിയിട്ടില്ല. അഖിൽമാരുടെ വസ്ത്രമടക്കം, അഖിൽമാരാർ കുടിച്ച ഒരു വെള്ളമടക്കം കള്ളം പറയല്ലേ? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? കള്ളം പറയുന്നത് മൊത്തം കള്ളം. തെരഞ്ഞെടുപ്പ് മാർച്ച് 16 തുടങ്ങി. മാർച്ച് 26 ആയപ്പോഴത്തേക്കാണ് തെരഞ്ഞെടുപ്പിന് ചെലവിനുള്ള പൈസകൾ ഇവർ തന്നു തുടങ്ങിയത്. എന്നോട് തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ഇവർ പറഞ്ഞ കാര്യം 5 പൈസ BJPയിൽ നിന്ന് സാബു സാർ മാന്യനും എത്തിക്സിന്റെ അങ്ങേയറ്റമാണല്ലോ. ഞാനും കരുതി കാശുള്ള ആളാണല്ലോ, ശരിയായിരിക്കും, ഇദ്ദേഹം ചെലവഴിക്കും. 1, 2, 3, 4, 5 ഒരു ചെലവഴിക്കലും കാണുന്നില്ല. BJPയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ചെലവിനുള്ള ഫണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോ 3 കോടി രൂപ എന്റെ പേരിൽ മേടിച്ചെടുത്ത ആൾ 40 കോടി രൂപ ഇത്രയും മണ്ഡലം 19 മണ്ഡലത്തിന്റെ പേരിൽ മേടിച്ചെടുത്ത ചോദിച്ചാൽ ലിക്വിഡ് പൈസ കൊടുക്കുന്നതിനും തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുക്കുന്നതിനും ലോകത്താർക്കെങ്കിലും തെളിവ് പറയാൻ പറ്റുമോ? അഖിൽമാർ ഡയറക്റ്റ് ആയിട്ടും സാബു ജേക്കബ് ആരോടും എന്താണ് സാബു ജേക്കബ് 40 crores പൈസ വാങ്ങി. അതെ, അഖിൽമാരുടെ പേരിൽ 3 കോടി വാങ്ങി. എന്ത് തെളിവിലാ പറയുന്നത്? എനിക്കറിയാം. അദ്ദേഹം അവിടെ ആവശ്യപ്പെട്ടതും കൊടുത്തതും. എന്ത് തെളിവിലാ പറയുന്നത്? എനിക്കറിയാവുന്ന. ആര് പറഞ്ഞു അഖിലിനോട്? BJPയുടെ നേതാക്കന്മാർ എന്നാ പറഞ്ഞത്? ഏത് BJP നേതാവ് പറഞ്ഞു? ഞാൻ പറഞ്ഞോളാം. അത് പറയൂ. അത് അവരവിടെ കോർ കമ്മിറ്റി ചർച്ച ചെയ്തോളൂ. കോർ കമ്മിറ്റി ചർച്ച ചെയ്തോളുന്നു. കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത കാര്യം വരെ, അതായത് അഖിൽമാരാർക്ക് കിട്ടുന്നു. എന്നാൽ BJP ആയിട്ടൊന്നും അഖിലിനൊരു ബന്ധവുമില്ല, ബന്ധം വയ്ക്കാൻ താല്പര്യമില്ല. ഏത് എന്നാൽ ഇവിടെയുള്ള ആൾക്കാരെ മൊത്തം അഖിലിനെ അറിയുകയും ചെയ്യാം. അതുപോട്ടെ, BJPൻ്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. പൂഞ്ഞാർ സിംഹം കഴിഞ്ഞ ദിവസം വന്നൊരു 40 കോടീനെ കണക്ക് തട്ടി. ഇപ്പം അഖിൽമാരാർ വന്നിട്ട് എഗെയിൻ ഒരു പൈസയുടെ കണക്ക് പറയുന്നത്. റോബിൻ BJP എന്നുള്ള പൈസ എന്ന് പറയുന്നത്. നാട്ടുകാരുടെ മുന്നിൽ എന്താണ്, കേരളത്തിൽ BJPക്കാർ നാറി.
പൈസ ഇറക്കി എന്നിട്ടും ഒരു പുണ്ണാക്കോ ആവാത്ത അവസ്ഥയിൽ എന്തിനാണ് പൈസ ഇറക്കണമെന്നുള്ളത് നാട്ടിൽ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലെത്തി. പിന്നെ നിങ്ങൾ പിടിച്ചുകൊണ്ടിരുന്ന ഐറ്റങ്ങളൊക്കെ ഇങ്ങനെയാണ്, മനസ്സിലായോ? 1-2 കോളാമ്പി വെച്ചിട്ട് ഇറ്റങ്ങൾ വിളിച്ച് പറയുകയാണ്. അടുത്ത വട്ടെങ്കിലും കൊണ്ടുവരുമ്പോൾ ഒരു കോൺട്രാക്ട് വെക്കുക, ഇനി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചിരുന്നു പറഞ്ഞിട്ട്. അല്ലാതെ എന്താ, ഇത് വിട്ടിട്ട് പോവാ വിളിച്ച് പറയാം, പാർട്ടി വിട്ടിട്ട് പോവാ വിളിച്ച് പറയാം, കാശ് കിട്ടും എന്നുള്ളതാണ് എൻഡ് ഓഫ് ദ ഡേ. എനിക്ക് തോന്നുന്നു ഈ സാധനം ഉണ്ട്, ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അഖിലിനെ സംസാരിക്കുന്നതാണെങ്കിലും ആദ്യം മുതലേ ഉള്ളൊരു ടോൺ എന്താ വെച്ചെങ്കിൽ, അഖിൽ ബാക്കി എല്ലാ കാര്യവും വിട്ടിട്ട് രാഷ്ട്രീയത്തേക്ക് നിൽക്കുമ്പോൾ അഖിലിനും എന്ത് വേണം, ബെനിഫിറ്റ് വേണം. അതെങ്ങനെ അതിങ്ങനെ നാട്ടുകാരെ ബോധിപ്പിച്ച്, ഈ ഇഷ്ടംപോലെ രാഷ്ട്രീയക്കാരുണ്ട് സ്വന്തം കീശയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരുത്തിച്ചോ അല്ലെങ്കിൽ അവർ രാഷ്ട്രീയത്തിൽ കൂടി ജീവിച്ചിട്ടോ ഒക്കെ പോകുന്നവരുണ്ട്. സെൽഫ്ലെസ് ആയിട്ട് നടക്കുന്നവരുടെ എണ്ണം കുറവാണ്. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞു ചെയ്യാൻ പറ്റൂ, ഞാൻ കക്കും കള്ളനാണ്, ഞാൻ കട്ടതിൽ ഞാനൊരു 80 പോക്കറ്റിലേക്ക് 20 നാടിന് കൊടുക്കും, അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനാവാൻ പറ്റുമോ ആർക്കെങ്കിലും? അയ്യോ, ഇത് ഈ പറഞ്ഞ പോലെ 2020 ആശയങ്ങൾ ഇഷ്ടപ്പെട്ടു പോയൊരു വ്യക്തി. ഓക്കെ, 2020 ആശയങ്ങൾക്കുപരി 2020 എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനം എന്താണെന്ന് അറിഞ്ഞിട്ട് പോകണ്ടേ? അതാണല്ലോ എൻ്റെ സംഗതി. ആ പ്രസ്ഥാനം ആകെ കിഴക്കമ്പലത്ത് മാത്രം ഒതുങ്ങിക്കൂടിയൊരു സാധനമായിരുന്നെങ്കിൽ ആണെങ്കിൽ അതാണ് അവർ തോട്ട. അതാണ് ഓബിയസ്ലി അവർ BJP NDAയുടെ സഖ്യകക്ഷിയായിട്ട് പോയി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നതൊക്കെ BJPയിലൂടെയുള്ള വളർച്ചയല്ലേ. ആ വളർച്ചയ്ക്ക് അഖിലിന് താല്പര്യമില്ല. കാരണം BJPയുടെ ഈ പറഞ്ഞ എന്താ പറയുക, ഒരു എക്സ്ട്രീമിസ്റ്റ് ഫേസ്, വർഗീയതയുടെ മുഖം അഖിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അപ്പം അഖിൽ പറയുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര വ്യത്യാസമാണ്, മനസ്സിലായില്ലേ? പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വരെ ഭയങ്കര അടുത്ത കാണാം. എന്നാൽ ഗാന്ധിയേക്കാൾ ഇഷ്ടം സവർക്കറെയാണ്. അത് നമുക്ക് ഇഷ്ടപ്പെടാമല്ലോ. അങ്ങനെ രാഷ്ട്രപിതാവിനേക്കാൾ ഞാൻ ഗാന്ധിയെ വെറുക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്നില്ല. എനിക്ക് ആരാധന തോന്നുന്നത് ഗാന്ധിയേക്കാൾ, ഞാൻ സവർക്കർ എന്നല്ല പറഞ്ഞത്, സുഭാഷ് ചന്ദ്രബോസ് എന്നാ, നിങ്ങൾ തെറ്റി. ഞാൻ സവർക്കറെ നിങ്ങൾ പറയുന്ന ശരി, സവർക്കറിനെ പറഞ്ഞ ആളിപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ആയോ? ഞാൻ ഈ ഫുൾ ഇൻ്റർവ്യൂ ആദ്യം മുതൽ ഇതുവരെ ഈ വീഡിയോ കട്ട് ചെയ്യുന്ന പോർഷൻ വരെ കണ്ടതിൽ സവർക്കറാണ് മെയിൻ, സവർക്കറാണ് അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്ത, സവർക്കറിന് വേണ്ടി മൗത്ത് പീസ് ആയ ഒരാളാണ്, സവർക്കറിൻ്റെ ആളാണ്, സവർക്കറിസം തറക്കി പിടിച്ച ഒരാളാണ്. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ആയി ഒറ്റയടിക്ക്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ അഖിലിൻ്റെ ഏറ്റവും വലിയ സീനുകൾ. ഇതാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ആളെയും മാറ്റുണ്ട്. സവർക്കറെ തൊട്ടാൽ അഖിൽമാരാർക്ക് ഇത് ഞാൻ പറഞ്ഞത്, ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയത്തോട്, അദ്ദേഹത്തിന്റെ ആ ഒരു ആശയത്തോട് എനിക്ക് യോജിപ്പില്ല. അതാ ഞാൻ നിങ്ങൾ ആലോചിക്കും, ഇപ്പൊ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, യോജിപ്പില്ലേ? പിന്നെ സവർക്കറുടെ എന്ത് ആശയത്തോടാണ് അഭിനവ ഭാരത് എന്ന സൊസൈറ്റി ഉണ്ടാക്കിയ ഇന്ത്യയിലെ ബാലഗംഗാധര തിലകന്റെ നിർദ്ദേശപ്രകാരം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബാലഗംഗാധര തിലക് കേരളത്തിലേക്ക് വന്നപ്പോഴത്തേക്കത് മാരാര് തിലകനാക്കിയോ? ഭാഗ്യം തിലകവർമ്മേനെ തിലകൻ വർമ്മ എന്നാക്കാഞ്ഞത്. സവർക്കർക്ക് ആകെയുള്ളൊരു ആശയം എന്താ? ഹിന്ദുത്വം. ഈ സാധനം ഇംപ്ലിമെൻ്റ് ചെയ്തത് ഈ ചെങ്ങായില്ല, ഇയാളാണ് അതിൻ്റെ ഐഡിയോളജി കൊണ്ടുവന്നത്. അയാൾക്ക് അതിലും വലിയ ആശയം എന്താ ഉണ്ടായിരുന്നത്? ഷൂ നക്കുന്ന ആശയവും മാപ്പ് എഴുതി കൊടുക്കുന്നതിൻ്റെ ആശയവും, അതാ എന്താ ആശയം? അതിലും കൂടുതൽ എന്താ ആശയമൊക്കെ ഉണ്ടായിരുന്നത്? എന്നിട്ട് ഇപ്പോൾ ഇവർ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ പറയുന്ന പൊളിറ്റിക്സിനകത്ത് നമ്മൾ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനെ BJPയുടെ വർഗീയത താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ സവർക്കറിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ BJP രാഷ്ട്രീയത്തിൽ ഹിന്ദു വർഗീയത എങ്ങനെയാണ് വരുന്നത്? മനസ്സിലായോ? അവർക്ക് എങ്ങനെയാണ് എക്സ്ട്രീമിസം വരുന്നത്? BJPക്കും സംഘപരിവാറിനും എക്സ്ട്രീമിസത്തിൻ്റെ മുഖം വരുന്നത് എവിടുന്ന? ഹിന്ദുത്വം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ അവർ കൂടുതലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ്. അപ്പോൾ ഒരു സൈഡിൽ ഹിന്ദുത്വം കൊണ്ടുവന്ന ആളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, അപ്പുറത്തെ സൈഡിൽ BJPയുടെ വർഗീയ മുഖം എതിർക്കുന്നു. അത് കൊള്ളാം. സവർക്കറെ തൊട്ടാൽ അഖിൽമാരാർക്ക് മത്സരിച്ച NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ വരുമ്പോ ഇതെല്ലാം പറയാം, പക്ഷെ അതിനുള്ള വേദി അല്ല എന്ന് കരുതുകൊണ്ടാണ് കോൺടാക്ട് ഡീറ്റെയിൽ നിസ്സാര കാര്യം. 1950 കോൺഗ്രസ് ഭരണം തുടങ്ങിയല്ലോ. ഈ കാട്ടിൽ പോയി വിറകൊടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിറക് കത്തിച്ച് അതിന്റെ പേരിൽ അപകടത്തിനിരയാവുന്ന ശൗചാലയമില്ലാത്ത സ്ത്രീകളുടെ പേരിൽ BJP ഒരു ഗ്യാസ് സ്റ്റൗ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ LPG കൊടുക്കുന്ന സമയത്ത് ഇവിടെ പരിഹാസമായിരുന്നു. 1 രൂപ പെട്രോളിന് കൂട്ടുന്ന സമയത്ത് നമുക്ക് പരിഹാസമായിരുന്നു. കാര്യം എന്താ? നമ്മൾ ഇതെല്ലാം കണ്ടു വളർന്നവനാ. നമ്മുടെ ഒന്നും വീട്ടുകളിലെ കുട്ടികള് ഒരു സ്ത്രീയും പുറത്തു പോയിരുന്നിട്ട് ഞാൻ തുടക്കത്തിൽ ഇല്ലാതിരിക്കുന്ന സാഹചര്യം വന്നിട്ടില്ല. ആ കേരളത്തിൽ നിന്നുകൊണ്ട് മറ്റു BJP സംസ്ഥാന വികസനം പറയാ. അതിന്റെ ഗുണം ആർക്കാ? അതിന്റെ നേട്ടം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കാ?
ഇവിടെ രാജാക്കന്മാരെ അഖില ഒരു സ്ഥലത്ത് ഈ നാടിനുണ്ടായ കാഴ്ചപ്പാടുകൾ ഇവിടെ കേരളത്തിന് പുറത്ത് രാജാക്കന്മാർ ഭരിച്ചിട്ടില്ലേ? ശ്രീനാരായണ കേരളത്തിന് പുറത്ത് രാജാക്കന്മാർ ഭരിച്ചിട്ടില്ലേ? ശ്രീനാരായണ ഗുരുവിന് നന്ദി പറ, അയ്യങ്കാളിക്ക് നമുക്ക് പറയാം. നന്ദി പറ. ഇവിടുത്തെ കാഴ്ചപ്പാടും ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന ഭരണാധികാരികൾക്ക് നന്ദി പറ. ഇതെല്ലാം 57 EMSന്റെ തലയെ കൊണ്ട് വെച്ച് കൊടുക്കണം. അല്ല, അഖിൽ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് LDF UDF കേരളം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ദ ഇന്ത്യ വേറിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്, വികസിത സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തോട് നമുക്ക് മറ്റൊരു സംസ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ട് അത് നോക്കി പഠിക്കുമെന്ന് കാണിക്കുന്ന ഒറ്റ പോയിന്റ് അഖിൽ ചൂണ്ടിക്കാണിക്കുന്നില്ല. എന്നാൽ ഇവിടുത്തെ ഒരു IIM, ഇവിടുത്തെ ഒരു IIT, ഇവിടുത്തെ കൊള്ളാവുന്ന മെഡിക്കൽ കോളേജ് ചോദിക്കാണ് ഒരു സംസ്ഥാനം കാണിച്ച് ഇത് കേരളത്തെക്കാൾ മെച്ചപ്പെട്ട BJP പറയൂ. ഒരു വാക്ക് പറയൂ. അതിനു മുമ്പ് അഖില് പറഞ്ഞ ഞാൻ പറയാം. അത് ഒരുപാടുണ്ടെന്നേ. ഒന്നുമില്ല, അത് ഒരുപാട് പറയാനുണ്ട്. ഒരു സംസ്ഥാനം ഞാൻ പറയാം. UPയോ? ഞാനിപ്പോ ഈ അടുത്ത സമയത്ത് ഒരു പാവങ്ങൾക്ക് വീഡിയോ വെച്ച് കൊടുത്തു. 7 പെണ്ണുങ്ങൾ ഒരു ചെറ്റക്കുടിയിൽ കിടക്കുക. ഞാൻ ക്യാമറയെ കൊണ്ടുപോയിട്ട് ഇതാണ് VD സതീശന്റെ കേരളം എന്ന് പറഞ്ഞിട്ട് തൃക്കാക്കരയിൽ 7 പേർ താമസിക്കുന്ന ഒരു ഷെഡ് കാണിച്ചു കൊടുത്തു. അതിനാണ് അതിനാണ് കേന്ദ്ര സർക്കാരിന്റെ ഒഫീഷ്യൽ കണക്കുകളുള്ളത്. അതിന് നീതി ആയോഗ് എന്നാണ് പറയുക. പല സൂചികകളാണ് പറയുക. ആ സൂചികകൾ പ്രകാരം ഏതെങ്കിലും ഒരു സൂചികയിൽ ഏതെങ്കിലും ഒരു BJP സംസ്ഥാനം കേരളത്തിന്റെ ആവർത്തനേക്കാൾ മുകളിലുള്ള പറ, ഒറ്റ ഒരു സംസ്ഥാനം പറ. ഒന്നുമില്ല. എങ്ങനെയുണ്ട്? എല്ലാം പറഞ്ഞ് പഠിക്കൊക്കെ കൊണ്ടുവന്ന് വെള്ളം ഉടച്ച പോലെ പോയി, കലടച്ച പോലെ പോയി. അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ അത്ര പുരോഗമനം വന്നതും നടന്നതുമായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കേരളമാണ് മുന്നിൽ. ഇവർ ഈ പറയുന്ന മറ്റേ IIT, എയിംസ് ഇങ്ങനത്തെ സാധനങ്ങൾ ഒരു നാടിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള വികസനം എന്ന് പറയുമ്പോൾ എന്താ? ഫോർ മീ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സർക്കാർ ചെയ്തു തരണം. കേരളത്തിൽ മാറി ഭരിച്ച സർക്കാരുകളും രാഷ്ട്രീയക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്? ബേസിക് സാധനങ്ങൾ കേരളത്തിന് ബാക്കി സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹെൽത്ത് സെക്ടർ ആണെങ്കിലും എല്ലാം നമുക്കൊരു എബോ ആവറേജ് ഉണ്ട് ബാക്കി സംസ്ഥാനങ്ങളെ വെച്ച് നോക്കും. ബാക്കി സംസ്ഥാനങ്ങൾ ഒന്നാമത് ഇത് നമ്മളുടെ ഒരു ജിയോഗ്രഫി വേറെയാണ്, നമുക്ക് സ്പേസ് കുറച്ച് ചെറുതാണ്. തമിഴ്നാടോ ആന്ധ്രയോ അല്ലെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ വലിയ പഞ്ചാബോ മഹാരാഷ്ട്രയോ അങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഡൽഹിയൊക്കെ പോകുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി വലുതാണ്. അവിടെ കുറച്ചും കൂടി ഗ്രാമീണ പ്രദേശങ്ങൾ കൂടുതലുമായിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് മാറി ഭരിച്ച രാഷ്ട്രീയക്കാരും ഗവൺമെൻറ്റുകളും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ BJPയുടെ എപ്പോഴും ഞാനും ഈ പറഞ്ഞ പോലെ BJP നടത്തുന്ന ഡെവലപ്മെൻറ്റ്സ് എന്നുള്ള സംഗതി അത് BJP എന്നല്ല. അത് എന്തിനാ അങ്ങനെ ഞാൻ പലപ്പോഴും പറഞ്ഞപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അത് മാറ്റി പറയേണ്ട ഒരു കാര്യമാണ്. BJP എന്നല്ല, നാളെ ആര് ഇന്ത്യ ഭരിച്ചാലും ഡെവലപ്മെൻറ്റ്സ് വേണ്ടേ? ആര് കേരളം ഭരിച്ചാലും ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരണ്ടേ? അതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? അതിനല്ലേ നമ്മൾ വോട്ട് കൊടുത്തവർ കയറ്റി വിടുന്നത്. പിന്നെ അല്ലാതെ അവർ ചെയ്തതിന് ശേഷം അയ്യോ അതവർ ചെയ്തു പറഞ്ഞിട്ട് അവർ പൊക്കിപ്പിടിച്ച് വീണ്ടും വോട്ട് ചോദിച്ച് വരുമ്പോൾ ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അതല്ല നമ്മൾ തിരിച്ചു വയ്ക്കണ്ടേ? അല്ലേ? 2014 മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഇന്ത്യ ഡെവലപ്ഡ് ആയി എന്ന് പറയുമ്പോൾ ആ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള തറക്കല്ലിട്ട കോൺഗ്രസ് ഇവിടെ ഉണ്ട്. അതിനെ തള്ളിപ്പറയാനും പാടില്ല. ആ ഒരു ഫാക്ടർ കൂടി ഉണ്ടല്ലോ. ഇവർക്ക് ഇപ്പോൾ ഡെവലപ്മെൻറ്റ്സ് നടത്താൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു എല്ലാത്തിനും ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ. അത് ഒരുപാട് ബ്രിട്ടീഷുകാർ ഇട്ടുപോയ കാലം മുതൽ ആ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് 2014 വരെ എത്തി. അപ്പം അങ്ങനെയുണ്ട് ഒരു ഫാക്ടർ അതിനകത്ത്. പക്ഷേ പല സംഘികളും BJPക്കാരും വർത്താനം പറയുമ്പോൾ ഇതെന്തോ മോദി മാത്രം കൊണ്ടുവന്നൊരു ഐറ്റമായിട്ട് പറയുന്നുണ്ട് ഡെവലപ്മെൻറ്റ്. അത് ആ ലൈനാണ് മാരാരുത് തോന്നുന്നു. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കൂ, അവസാന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ഉറിയിലെ കലാപം അത്തരത്തിൽ നടക്കുന്ന ചില വിഷയങ്ങളെ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇത്തരം വിഷയങ്ങളെ ഫലപ്രദം, അതാ ഞാൻ പറഞ്ഞത് ഇമോഷൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇമോഷൻസ് ആണ് ജനങ്ങൾ വർക്ക് ചെയ്യുന്നത്. ബാലാക്കോട്ട് ആക്രമണം, ബാലാക്കോട്ട്, യെസ്, എല്ലാം അതുപോലെ പഹൽഗാം, ഇത്തരം വിഷയങ്ങളൊക്കെ BJPക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായും ഞാൻ എതിർത്തിട്ടുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പൊ നിങ്ങൾ എന്നെ കൊണ്ട് അഖിൽമാരാർ പറയുന്നത് അവര് തന്നെ സാഹചര്യങ്ങൾ ഒരുക്കി അവര് തന്നെ ഉപയോഗിച്ച് ഇലക്ഷന് ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ലേ? അല്ല, അങ്ങനല്ല. ആ സാഹചര്യത്തെ പൊളിറ്റിസൈസ് ചെയ്യാൻ ഫലപ്രദമായി BJPക്ക് അറിയാം. എന്നാൽ ബലാക്കോട്ട് ആക്രമണത്തെ രാഷ്ട്രീയമായി മുതലെടുത്തു BJP. 100 ബലാക്കോട്ട് മാത്രമല്ല, ഇന്ത്യയിൽ നടന്ന
ഇന്ത്യയിൽ പുൽവാമ നടന്നിട്ടുള്ള എല്ലാ അല്ലാതെ അഖിൽമാരാർ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ അവർ BJP ഉപയോഗിച്ചു എന്നാണ്. അതായത് ഫലപ്രദമായ ജനങ്ങളുടെ മുന്നിലേക്ക് സൈന്യത്തിന്റെ രാഷ്ട്രീയമില്ല. അപ്പൊ നമ്മുടെ ധീര സൈന്യ രക്തസാക്ഷികളെ BJP രാഷ്ട്രീയ മുതലെടുപ്പ് അങ്ങനല്ല പറഞ്ഞത്. പിന്നെ അതെങ്ങനെയാണ് അഖിൽമാരാർ പറഞ്ഞത്? ബലാക്കോട്ട് അടക്കം, പഹൽഗാം അടക്കം, പുൽവാമ അടക്കം നമ്മുടെ ധീര സൈന്യ രക്തസാക്ഷികളെ BJP മുതലെടുത്തു. അവരത് തിരിച്ചാക്രമിച്ചിട്ട് ആക്രമിക്കാൻ ഞങ്ങളുണ്ട്. ഇന്ത്യയിൽ ഒരു നരേന്ദ്രമോദി ഉണ്ട്. ദാണ്ട്ര നീയൊക്കെ ഞങ്ങളെ തൊട്ടു നോക്ക്, ഞങ്ങൾ കാണിച്ചത് ഇവിടെ 56 ഇഞ്ചിന്റെ നെഞ്ചളവുള്ള മനോഹരമായി ജനങ്ങൾക്കിടയിൽ നറേറ്റ് ചെയ്ത് തെരഞ്ഞെടുത്തു. അത് അവരുടെ സംഘടനാപരമായും എടുക്ക്. ബാലാക്കോട്ടിലും പുൽവാമയിലൊക്കെ ഇന്ത്യയുടെ പട്ടാളക്കാരെ തെരുവില് വീരമൃത്യുക്ക് വിട്ടുകൊടുത്തിട്ട് അത് രാഷ്ട്രീയമായി ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അതൊരിക്കലും പഹൽഗാമിലെ സെക്യൂരിറ്റി വീഴ്ചക്ക് അതിനെല്ലാ സൗകര്യം ഒരുക്കി കൊടുത്തിട്ട് ആ മരണത്തെ കൂടി ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെയൊക്കെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ ഇതൊക്കെ നിൽക്കുമ്പോ ജയിക്കാൻ വേണ്ടിയിട്ട് ഏത് അധാർമിക മാർഗവും സ്വീകരിക്കുന്ന BJP-യുടെ മുന്നണിയിലല്ലേ താങ്കൾ മത്സരിച്ചത്? ഞാൻ മുന്നണിയുടെ ഭാഗമാകുന്നു എന്ന് കരുതി എനിക്ക് മുന്നണിയിലായിരിക്കട്ടോ. CMP കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കേരളത്തിലെ ഒരേ ഒരു ഈ BJP അതായത് ഈ രാജ്യത്തെ പട്ടാളക്കാരെ മരണത്തിന് കൊടുത്ത് അവരുടെ മരണത്തെ ശിവസേനയുടെ ആശയം എന്താ? ജയിക്കാൻ വേണ്ടി നോക്കിയ ശിവസേനയുടെ ആശയം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയും. അതായത് ഇത് എഗെയിൻ ഞാൻ ഇവരുടെ ഈ ജനകീയ കോടതി തുടങ്ങിയപ്പോൾ ഹാഷ്മി ഒരു സാധനം ഇട്ട് കൊടുത്ത് പിടിച്ചില്ലേ, BJP-ക്കാരനായിട്ട് BJP-യുടെ മൗത്ത് പീസായിട്ട് സംസാരിക്കുന്നു എന്നുള്ളൊരു സാധനം അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതും അതുപോലൊരു ഐറ്റത്തേക്കാണ്. ഇത് ജിൻഡോയുടെയും ഹാഷ്മിയുടെയും ഭാഗത്ത് ഞാൻ നിൽക്കില്ല. കാരണം അഖിൽമാരാർ പറഞ്ഞൊരു സാധനം വളരെ ക്ലിയറാണ്. ഇവിടെ ഇതെല്ലാം BJP പ്ലാൻ ചെയ്ത് ഈ അറ്റാക്കുകളൊക്കെ ഉണ്ടാക്കി ഇവിടെ കുറേ ആർമിക്കാർ ഇതാക്കി അങ്ങനെ BJP എക്സിക്യൂട്ട് ചെയ്തൊരു അറ്റാക്കുകളാണെന്നല്ല അഖിൽ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ അതിലേക്ക് എത്തിച്ചു ഈ സാധനം. അത് നിങ്ങളെ മിടുക്ക്, നിങ്ങളത് ട്വിസ്റ്റ് ചെയ്ത്. അഖിൽ പറഞ്ഞ സാധനം എന്താ? ഈ അറ്റാക്കുകൾ നടന്നപ്പോൾ തിരിച്ചടിച്ച് മാസായി കാണിച്ച് ഇന്ത്യയിലൊരു പ്രധാനമന്ത്രി ഉണ്ട്, അത് ഈ ഗവൺമെൻറ് ഭരിക്കുമ്പോഴുള്ളതാണെന്നുള്ള ആ ഒരു നറേറ്റീവ് BJP കൊണ്ടുവന്നില്ല എന്ന് അഖിലിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് അങ്ങനെ ഒരു സാധനം അത് തോന്നിപ്പിച്ചതാണ്. മനസ്സിലായോ? അത് തോന്നിപ്പിച്ചതാണ്. പക്ഷെ ഹാഷ്മിൻ ജിൻഡോ അത് അവിടെ നൈസായിട്ട് എന്ത് ചെയ്തു? അഖിൽ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ്. അഖിലിന് കുറേ പോയിന്റ്സ് കിട്ടുന്നില്ല. അഖിൽ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ അഖിലിന് അത് പറഞ്ഞു നിൽക്കാൻ പറ്റിയില്ല. ഓക്കെ, എനിക്ക് ഈ ഒരു സാധനം അഖിൽ പറഞ്ഞതിനോട് ഓക്കെയാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് അല്ലേ. നമ്മുടെ രാജ്യത്തേക്ക് ഒരു അറ്റാക്ക് വന്നാൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യും. അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റി ചെയ്തതിന് ശേഷം ഒരു ഗവൺമെൻറ് അത് ക്രെഡിറ്റാക്കി മാറ്റി അത് 10 ആളെടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടാണ് അഖിൽമാരാർ സംസാരിച്ചത്. അവിടെ നിങ്ങൾ പക്ഷെ അത് ട്വിസ്റ്റ് ചെയ്തിട്ട് അഖിൽമാരാർ എന്ന് പറഞ്ഞ സംഘപരിവാർ BJP ചായ്വുള്ള ഒരു വ്യക്തി അവരെ കുറ്റം പറഞ്ഞു. അതായത് ഈ ബാലാക്കോട്ടാണെങ്കിലും പുൽവാമയാണെങ്കിലും ഒക്കെ BJP ആണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള രീതിക്ക് നിങ്ങളത് നറേറ്റീവ് ഉണ്ടാക്കി. ദാറ്റ് ഈസ് വെരി ബാഡ്. അത് ശരിക്കും നിങ്ങൾ രാജ്യത്തിനോട് തന്നെ ചെയ്യുന്ന, അല്ലെങ്കിൽ സൈനികരോടാണെങ്കിലും ആരോടാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഒരു തരം അതെനിക്ക് തീരെ പറ്റിയില്ല. അത് എനിക്ക് ഈ എൻ്റെ സാധനത്തിനകത്ത് അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ബാക്കിയുള്ള സാധനത്തിനൊക്കെ ഒരു അയാളെ ട്വിസ്റ്റ് ചെയ്ത് പിടിച്ച് അല്ലെങ്കിൽ അയാൾ പറഞ്ഞ സാധനങ്ങൾ എടുത്തിട്ട് എക്സ്പോസ് ചെയ്തു. പക്ഷേ ഇതൊരുമാതിരി ഇത് വളച്ചുകുത്തി. പിണറായി വിജയനെ തെറി പറയുന്ന എല്ലാവരും കോൺഗ്രസ് ഞങ്ങൾക്കില്ല. അത് വിചാരിച്ച സീറ്റ് കിട്ടില്ല. എനിക്ക് സീറ്റ് തരാമെന്ന് നിങ്ങൾ എന്ന് പറഞ്ഞാൽ വോയിസ് പുറത്ത് വിട്ടാൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തി ഏതെങ്കിലും ഒരു അഴിമതി അഖിൽമാരാർ പറയാണ് ഏതോ ഒരു ഓഡിയോ പുറത്തു വിട്ടാൽ ഈ സംസ്ഥാന ക്യാബിനറ്റിൽ ഒരു മന്ത്രിയുടെ നാറെന്ന് പറയണം. ഞാൻ പറഞ്ഞത് അഖിൽ മത്സരിക്കണമെന്നും ഇന്ന സീറ്റ് അഖിലിന് വേണ്ടി നോക്കുന്നുണ്ടെന്നും പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല നാറുവെന്നല്ല, നിങ്ങൾ ക്യാമറ പിന്നെ നിങ്ങൾ മൈക്ക് കൊടുത്തോണ്ട് വീണ്ടും ചെല്ലത്തില്ലേ, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാ. അതുകൊണ്ട് വേണ്ട, കഴിഞ്ഞല്ലോ. ചുമ്മാതാണെങ്കിൽ ചുമ്മാതാ. അത് എന്നെ കേൾക്കുന്നവർക്കും അത്യാവശ്യം എങ്ങനെയുണ്ട്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, രമേശ് ചെന്നിത്തലേൻ്റെ പേരും പറഞ്ഞു റെക്കോർഡും കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂപ്പർ തന്നെ ഈ ക്യാബിനറ്റിലെ ഒരു മിനിസ്റ്റർ ഒരു ഓഡിയോ കയ്യിലുണ്ട്, അത് പുറത്ത് വിട്ടാൽ നാറെന്ന് പറഞ്ഞു. ഇതാണ് അഖിലിൻ്റെ പ്രശ്നം. ഇത്രയേ ഉള്ളൂ അഖിലിൻ്റെ പ്രശ്നം. ഇത് അഖിൽ തന്നെ ഇരുന്നൊന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു ഡിബേറ്റിനോ കാര്യത്തിനോ പോകുമ്പോൾ ഞാൻ ആദ്യം എന്ത് പറഞ്ഞു, ഞാൻ അവസാനത്തേക്ക് എന്ത് പറയുന്നു, അല്ലെങ്കിൽ ഇടയിൽ ഞാൻ എന്ത് പറയുന്നു, ഒരേ വിഷയത്തിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ ഡിഫറെൻറ്റ് വേരിയേഷൻസ് വരുമ്പോൾ അത് നിലപാടിൻ്റെ പ്രശ്നമല്ല,
അത് ആ സിറ്റുവേഷൻ തരണം ചെയ്യാൻ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് പറയുന്ന നുണകളായിട്ട് മാറും, അല്ലെങ്കിൽ കാര്യം മാറ്റി പറഞ്ഞു എന്നുള്ളൊരു അവസ്ഥയും വരും. ഇവിടെ അർത്ഥം ഇവിടെ ഞാൻ അല്ലേ? എനിക്ക് ഇവിടുത്തെ ഒരുത്തനെ സുഖിപ്പിച്ച് കിട്ടുന്ന ഒരു മാങ്ങാത്തൊലിയും വേണ്ട. വേണ്ട. കാല് നക്കി ആസനം നക്കി നെഹ്റുവിന്റെ കാലം തൊട്ടേ നിന്നവനൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരായി. എതിർത്തവനെല്ലാം പുറത്താക്കി. ഈ വി പി സിംഗ് ഈ ഇന്ത്യ മഹാരാജാക്കളുടെ ഏറ്റവും മികച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശിലെ. രാജീവ് ഗാന്ധി എതിർത്തതിന്റെ പേര് അയാളെ പുറത്താക്കി. ആരെയാ ഇവർ പുറത്താക്കാത്തെ? ഈ രാഷ്ട്രീയ പാർട്ടി കൊള്ളാവുന്ന ഏതാവും നിൽക്കും. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് നടക്കുന്നവർ ആ പാർട്ടി നിൽക്കാം. അല്ലാതെ മണ്ണിനും ചുണ്ണാപ്പിനും കൊള്ളാത്ത രാഹുൽ ഗാന്ധി നിലപാട് മാറ്റി എങ്ങനെ ഇരിക്കുന്നു? എന്നിട്ട് ഇതേ പാർട്ടി, അതായത് കോൺഗ്രസ് പാർട്ടിനെ കുറിച്ചാട്ടോ ഈ പറഞ്ഞത്, എന്നിട്ട് ഇതേ പാർട്ടിയിൽ ഒരു സീറ്റ് കിട്ടുമെന്ന് വെച്ചിട്ടാണ് അഖിൽ മാരാർ നടന്നിരുന്നത്. അതിൻ്റെ നെഗോസിയേഷൻസ് ആണ് നടത്തിയിരുന്നത്. എന്തോ അഖിൽ. പിന്നെ ഈ പാർട്ടിയിലുള്ളൊരു ഷൂ നക്കി എന്ന് പറയുന്നുണ്ട്. വലിയൊരു ഷൂ നക്കീൻ്റെ ആരാധകനായിട്ടാണ് താങ്കൾ അവിടെ ഇരുന്നിട്ട് ആദ്യം മുതലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതും സീനും. നിങ്ങളുടെ വിശ്വാസ്യത എന്താണ്? രാവിലെ പറയുന്നത് നിങ്ങളുടെ വിശ്വാസ്യത രാവിലെ പറയുന്നത് വൈകിട്ട് മാറ്റി പറയുന്നത്. അഖിൽ ഈ പറഞ്ഞത് അല്പം കഴിഞ്ഞ് മാറ്റി പറയുന്നത് എന്താ ഉറപ്പ്? രാവിലെ പറയുന്നത് അഖിൽ സത്യത്തിൽ ഈ ചർച്ച നമുക്ക് പിന്നെ മാറ്റി വെച്ചാൽ ചർച്ച ചെയ്യാൻ ബാക്കി. കാരണം അഖിൽ മാറ്റം ഇല്ലെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പൊ ഈ ചർച്ചയിൽ പറയുന്ന അഖിൽ 10 മിനിറ്റ് കഴിഞ്ഞ് മാറ്റില്ലെന്ന് എന്താ ഉറപ്പ്? ഒരു അഞ്ച് കാര്യം പറയാമോ? ഞാൻ വി ഡി സതീശൻ പറയാൻ അങ്ങോട്ട് പറയാം. അല്ല, ഞാൻ ബാധിച്ച വിഷയം അഖിൽ മാറ്റി എന്താ ഉറപ്പ്? അഖിൽ വി ഡി സതീശനെ വിമർശിക്കുന്നു, നെഹ്റുവിനെ വിമർശിക്കുന്നു, ഗാന്ധിയെ വിമർശിക്കുന്നു. അഖിൽ എല്ലാവരെയും വിമർശിക്കുന്ന ഏറ്റവും മിടുക്കൻ എന്ന് പറയുന്നു. പക്ഷെ അഖിൽ ആഴ്ചയിൽ അഭിപ്രായം മാറ്റുന്നു. ഇന്ന് ജിൻഡോ എന്നെ വിളിച്ചോണ്ട് പോയി നാരങ്ങ വെള്ളം മേടിച്ചാൽ ഞാൻ ജിൻഡോ കൊള്ളാന്ന് പറയും. നാളെ ഇതാണ് ഞാൻ പറഞ്ഞത്. നാരങ്ങ മേടിച്ചാൽ ഞാൻ ചിന്തോന്ന് നല്ലത് പറയുന്നു. എന്തിനാണ് മിസ്റ്റർ ഇതൊക്കെ പറയാൻ പോകുന്നത്? ഇതിപ്പോൾ ഒരുമാതിരി രമേഷ് പിഷാരടി 100, 1000, 10,000 വട്ടം ശരി എന്നുള്ളതിലേക്കാണല്ലോ നിങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ഇതിന് കോൺടെസ്റ്റ് എന്തായിരുന്നു ഈ നാരങ്ങ വെള്ളത്തിൻ്റെ എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഇത് ഫുള്ള് കണ്ട് ഇങ്ങനെ കോൺടെസ്റ്റ് ഒക്കെ എലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്, പക്ഷേ ഏൽക്കുന്നില്ല. മനസ്സിലായി? ഏൽക്കുന്നില്ല. ദയവ് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യാറോ, പ്രിപ്പയർ ആവുമ്പോൾ ഇതെന്തൊരു ഓവർ കോൺഫിഡൻസ് പോയിരുന്നാവുന്നുണ്ട് അവിടെ. 2020 രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അതാണ് എന്റെ മെയിൻ പ്രശ്നം. അവർക്ക് സംഘടന ചലിപ്പിക്കണ്ട. അവർ ഈ കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് ഒരു രാഷ്ട്രീയ അഭിപ്രായവും പറഞ്ഞിട്ടില്ല, ഒരു രാഷ്ട്രീയ ഇടപെടലും. അതിനു മുമ്പ് രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞിട്ട് വ്യത്യാസമുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ രാഷ്ട്രീയം പറഞ്ഞു? ഇതാണ് കറക്റ്റ് പോയിന്റ്. ഈ രാജ്യത്തെ മനുഷ്യനെ ബാധിക്കുന്ന ഏത് വിഷയത്തിൽ അവർ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നലെ വരെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നലെ 2021 എന്റെ ഒരു സിനിമ ഇറങ്ങി, ഒരു താത്വിക അവലോകനം. 3 രാഷ്ട്രീയ പാർട്ടികളെ എതിർത്ത് ഒരു സ്വതന്ത്രം ജയിക്കുന്ന സിനിമയാണ് ഞാൻ എഴുതിയത്. ഇത് എഴുതിയ സമയത്ത് ഞാൻ സാബു ജേക്കബിനെ വിളിച്ചു. അങ്ങ് മുന്നോട്ട് വെക്കുന്ന 3 രാഷ്ട്രീയ പാർട്ടികളെയും തള്ളി പറയുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ പിന്തുടരുന്ന ഒരാളാണ് ഞാൻ. അങ്ങയുടെ ആൾക്കാരുടെ അടുത്തൊക്കെ എന്റെ സിനിമയൊക്കെ ഒന്ന് കാണാൻ പറയണം. ഇത് അന്ന് ഞാൻ ബന്ധപ്പെട്ടതാ. പക്ഷെ ഇവർക്ക് കിഴക്കമ്പലത്തിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയമില്ല. ഇവരുടെ രാഷ്ട്രീയം വ്യാപിപ്പിക്കാൻ ഇവർക്ക് യാതൊരു ഉദ്ദേശവുമില്ല. അല്ലെങ്കിൽ ഞാൻ 2021 എന്റെ പൊന്ന് ഹാഷ്മി ഒരു കാര്യം പറയുന്നു, ഒന്ന് കേട്ടിട്ട് മറുപടി പറ. അത് കണ്ടിട്ടാണോ താങ്കൾ പോയി മത്സരിച്ചത്? എടാ ഇതൊന്ന് പറഞ്ഞോട്ടെന്ന്. അങ്ങനാണോ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൽ നിന്ന് മാറി ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി BJPക്കൊപ്പം അവർ ചേരുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചിന്തിക്കണ്ടേ? ഒരു പഞ്ചായത്തിൽ നിന്നും ഒരു പാർട്ടി വളരാൻ ആഗ്രഹിക്കുന്നു. ഒരു പഞ്ചായത്തിന് പുറത്തേക്ക് അവരുടെ രാഷ്ട്രീയ സംവിധാനത്തെ വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ രാഷ്ട്രീയം ജനപക്ഷത്ത് നിന്ന രാഷ്ട്രീയമായിരുന്നു, ജനക്ഷേമ രാഷ്ട്രീയമായിരുന്നു, ജനങ്ങൾ നല്ലത് പറഞ്ഞ രാഷ്ട്രീയമായിരുന്നു. ആ രാഷ്ട്രീയത്തിനൊപ്പം കൂടുകയും ഇന്ത്യ ദേശീയതയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യുക എന്ന കാഴ്ചപ്പാട് കൊണ്ടാണ് ഞാൻ പോയത്. അത് ശരി, ദേശീയതയ്ക്കൊപ്പം നിൽക്കണം, 2020 വളരും എന്ന് വിചാരിച്ച് പോയി എന്ന് പറയുന്നു. ആര് വളർത്തും? അഖിൽ ഇനി വളർത്താൻ വേണ്ടിയിട്ട്, നേതാവാൻ വേണ്ടിയിട്ട്, അതായത് 2020 നിന്ന് വളർത്താം, NDAയുടെ ഭാഗമാണ്, അപ്പോൾ വളർത്താമെന്ന് വിചാരിച്ച് നേതാവാൻ പോയ സ്ഥലത്ത് നിന്ന് നിങ്ങളൊരു സ്റ്റഡി നടത്തിയില്ലേ? സീരിയസ്ലി ഞാൻ ചോദിക്കും, ഒരു സ്റ്റഡി നടത്തിയില്ലേ? 2020 ഇന്നലെ ഇവിടെ ഉള്ള പാർട്ടിയല്ല. ഓക്കെ, വളരാനാണെങ്കിൽ അവർക്ക് എന്നോ വളരാം, അവർക്ക് ഇന്നലെ വളരേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അഖിൽ പറഞ്ഞ ഈ ഒരു ഇലക്ഷൻ്റെ സമയത്ത് മാത്രം വളരേണ്ട ഒരു ആവശ്യമില്ല. വളരാനാണെങ്കിൽ അവർ ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ പാറ്റേൺ കാണിച്ചിട്ട് എന്നോ കേരളത്തിൽ വളർന്നിട്ടുണ്ടാവും, ആം ആദ്മി പാർട്ടിയൊക്കെ പോലെ. പക്ഷെ അതിന് അവർ റെഡി ആയിരുന്നില്ല. അഖിൽ അത് മനസ്സിലാക്കിയില്ല. അഖിലിൻ്റെ മനസ്സിലെന്തായിരുന്നു? ഞാൻ പോയി ഒന്ന് വളർത്തി നോക്കാം, അപ്പോൾ കുറച്ച് ഫണ്ട്. അതാണോ? സംശയമാണേ. ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് ഈ ഉപ്പുവച്ച കലം പോലെ ഇല്ലാതാക്കിയിട്ട് അങ്ങനെ വീണ്ടും മഹാനാണെന്ന് പറയുന്നിടത്തല്ല. മോശപ്പെട്ട കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കോൺഗ്രസിൽ 3 മാസം മുമ്പ് സ്ഥാനാർത്ഥിയാവാൻ നോക്കിയ ആളാണ്. ഉളുപ്പ് വേണ്ട. ചോദിച്ചോണ്ട് താങ്കളാണ് പറയുന്നത് അഖിൽ മാരാരുടെ രാഷ്ട്രീയ ഐഡിയോളജി എന്താണ്? CJP
കുറെ പിള്ളേർ അവിടെ ആ പിള്ളേരുടെ ആണവും മാനവും ഇല്ലാതെ വലിഞ്ഞു കയറി പോയേക്കാ ഇവന്മാരെല്ലാരും കൂടെ. ഈ നാണമില്ലാത്ത ഈ രാഹുൽ ഗാന്ധി പട്ടായ പോയി ആഘോഷിച്ചോണ്ട് ഇടയ്ക്കൂടെ ഇവിടെ പിള്ളേർ സമരം ചെയ്യുന്ന പറഞ്ഞ് വന്നു. പട്ടായ പോയി അഖിൽമാരാരുടെ ശമ്പളം വെച്ചിട്ടോ രാഹുൽ ഗാന്ധി പട്ടായയിൽ പോലും കഴിവ് അവിടെ പട്ടായ കിടന്ന് ആഘോഷിക്കുന്ന എന്താ നിങ്ങളുടെ രാഷ്ട്രീയ നേതാവിനെ തെരഞ്ഞെടുക്കണം. ഈ പാർട്ടിയിലെ ആളും പേരും ഇല്ല. ആ സമയത്ത് അമ്മുമ്മയ്ക്ക് ഈ ആളും പേരും കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥിയാകാൻ ആലോചിച്ചോളാം. മനക്കോട്ട കെട്ടി വന്ന അഖിൽമാരാണ് പറയുന്നത്. പാർട്ടിയിലെ ആളും പേരും ആണോ ഇല്ല പറയാനായിട്ട്. എനിക്ക് രാഷ്ട്രീയം അറിയത്തില്ലെന്താ വിചാരം? ചോദിച്ചാ മറുപടി വരത്തില്ലെന്താ വിചാരം? ശുശു ആശാന ഇവിടെ വന്ന് അതിന്റെ ഇടയിൽ നല്ല പ്രോഗ്രാം ഉണ്ട്. മറ്റേ ബിഗ് ബോസ് സാധനമൊക്കെ വരുന്നുണ്ട് അതിനിടയിൽ. എന്റെ പൊന്നളിയ, ഇപ്പൊ കോൺഗ്രസിന് ഇല്ലാത്ത കുറ്റമില്ല. കോൺഗ്രസിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നത്. എന്നാൽ ആ കോൺഗ്രസിൽ സീറ്റ് കിട്ടാനാണ് കുറേ വർഷങ്ങളോളം നടന്നത്. ഈ രാഹുൽ ഗാന്ധി അവിടെ പ്രൊട്ടസ്റ്റിന് പോയോ എന്ന് വെച്ച് രഞ്ജിനി ഹരിദാസും ജാൻമണി അടക്കം ഒരുപാട് പേര് ഇവിടുന്ന് പ്രൊട്ടസ്റ്റിന് പോയി. മാരാർക്ക് ഒരു 1 or 2 ഡേയുടെ ട്രാവലേ ഉള്ളൂ, പോയി വരാം. എന്തേ പോവാഞ്ഞ് ഒറ്റയ്ക്ക് ഇനി രാഷ്ട്രീയം പറയാം, അല്ലെങ്കിൽ രാഷ്ട്രീയം ഒറ്റയ്ക്കാണ് എന്നാണല്ലോ 2020 പോലും ചെയ്തു. പോയിക്കൂടായിരുന്നല്ലോ. മനസ്സിലായോ? ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും രാഷ്ട്രീയക്കാരാണ്. രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയക്കാരൻ, നിങ്ങളും ഒരു രാഷ്ട്രീയക്കാരൻ. നിങ്ങൾക്കും പോവാം. അത് നിങ്ങളും പോയില്ല. പേരടിച്ചു മാറ്റിയോ? ഇന്ദിരാ കമല നെഹ്റു നല്ല പേര് തന്നെയായിരുന്നു. പക്ഷെ ഇവർക്കൊരു നാണക്കേട്. നെഹ്റു എന്ന് വെച്ചാൽ കൊള്ളത്തില്ല. ഇന്ദിരാ കമല നെഹ്റു എന്ന് വെച്ചാൽ ജനം അംഗീകരിക്കത്തില്ല പോലും. എന്താ നെഹ്റു അത്ര മോശക്കാരനായിരുന്നു? ഇന്ദിരാ കമല നെഹ്റു എന്ന പേര് എത്രയോ മികച്ച പേരാ. അപ്പൊ ഇന്ദിരാ കമല നെഹ്റു എന്ന പേര് മാറ്റി ഭർത്താവിന്റെ പേര് ചേർക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മുടെ മാറ്റർ അഖിലിന് മാരാർന്ന് ചേർക്കാമെങ്കിൽ ഇന്ദിരക്ക് എന്റെ ജാതിയതാ. അത് എന്റെ ജാതിയതായിരുന്നു. നിങ്ങൾക്ക് ജാതി പേര് ചേർക്കാമെങ്കിൽ ഇന്ദിര ജാതീയമായ അവരുടെ സ്വാതന്ത്ര്യം. അത് അവരുടെ സ്വാതന്ത്ര്യം. ഭർത്താവിന്റെ പേര് ചേർക്കണോ അച്ഛന്റെ പേര് ചേർക്കണോ വർഷം നിങ്ങൾക്ക് ജാതി പേര് ചേർക്കാമെങ്കിൽ 15 വർഷം പേര് ചേർത്തൂടെ? ഞാൻ തെരഞ്ഞെടുപ്പ് സൗകര്യം പോലെ അഖിൽ കോട്ടാത്തല, അതായത് ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് എന്റെ പേര് അഖിൽ കോട്ടാത്തല എന്നായിരുന്നു. സിനിമ എടുക്കാൻ വരുന്ന സമയത്ത് കോട്ടാത്തല എന്ന പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോ KOTTATHA എന്നുള്ളതിനെ ചിലർ കൂട്ടാത്തല എന്നും കൊട്ടത്തല എന്നും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി തുടങ്ങി. അപ്പൊ ജോജുവും എന്റെ നിർമ്മാതാവും ഒക്കെ പറഞ്ഞു, എടാ കുറച്ച് ഞാൻ ചെറിയ പയ്യനും കൂടിയാണല്ലോ, ഈ വലിയ സുകുമാർ അഴീക്കോട് സത്യനന്ദിക്കാട് ഈ കാലഘട്ടമൊക്കെ മാറി പേരിന് ഒരു ഗുമ്മൊക്കെ വരണം. അങ്ങനെ ഞാൻ ന്യൂമറോളജി പ്രകാരം ഒരു 5 പേര് സെലക്ട് ചെയ്തു. അഖിൽ സരസ് പ്രകാരം സ്വന്തം പേര് മാറ്റാം. ഇന്ദിരാഗാന്ധിക്ക് കെട്ടിയ പേരിന്റെ ഇൻഷുറൻസ് എന്റെ അതേ കാര്യം ഉണ്ടായിരുന്നാ മതി. അല്ല എന്റെ അതേ കാര്യം എനിക്ക് ഞാൻ മാറ്റി എന്നോണ്ടാന്നറിയോ? മറ്റുള്ളവരുടെ പേര് മാറ്റിയത് എന്റെ പേരിനൊപ്പമുള്ള കോട്ടാത്തല കൊള്ളത്തില്ല എന്ന് അന്നേരം തോന്നിയത് കൊണ്ടും കുറച്ചുകൂടെ ഗുമ്മ കിട്ടാൻ വേണ്ടിയിട്ടും തന്നെയാണ്. അങ്ങനാണോ അച്ഛനായ നെഹ്റുവിനെ മാറ്റി ഗാന്ധിയെ കൂടെ കൂട്ടിയത്? കോട്ടാത്തല എന്താ? അച്ഛനായ നെഹ്റുവിനെ മാരാറിന്റെ അച്ഛന്റെ പേരല്ലാതെ മാരാറിനെ ചോദിച്ചതിനേക്കാൾ ഭേദമാണ് ഭർത്താവിന്റെ പേര് ചേർക്കുന്നത്. അച്ഛന്റെ പേരാ വെച്ചത്. എന്റെ അച്ഛന്റെ പേര് അച്ഛന്റെ പേര് മാറ്റി. ഒന്ന് അച്ഛന്റെ പേര് കോട്ടാത്തലായിരുന്നു. രാജ്യത്തെ അച്ഛന്റെ പേര് കോട്ടാത്തലായിരുന്നു. അതിനു മുമ്പ് അഖിൽ കോട്ടാത്തലയായിരുന്നു. അച്ഛന്റെ പേര് കോട്ടാത്തലയായിരുന്നു. അല്ലല്ലോ രമേശ് ചെന്നിത്തല അച്ഛന്റെ പേര് ചെന്നിത്തല. അതല്ലെന്ന് അവരുടെ കാര്യം വിട്ടു. അഖിൽ മാറ്റില്ല. അച്ഛന്റെ പേര് രാജേന്ദ്ര ഓടിപ്പോന്നില്ല. ഞാൻ പറഞ്ഞ തന്നെ പറയാം. അഖിൽ അച്ഛന്റെ പേര് രാജേന്ദ്ര കുറുപ്പ് എന്നല്ലേ പേര്? എടാ എന്റെ ജാതി മാരാരാടൂ. അല്ല അതിനു മുമ്പ് എന്താ കരുണാകരന്റെ ജാതി മാരാറല്ലേ? അഖിലിന്റെ ഞാൻ ചോദിക്കട്ടെ, അഖിലിന്റെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലെ പേര് അഖിൽ കോട്ടാത്തലാന്നാണ്? അല്ല, അഖിൽ രാജ് എന്നാണ്. അഖിൽ രാജ്. അപ്പൊ ഒരു മിനിറ്റ്, അഖിൽ രാജനായിരുന്ന അഖിൽ കോട്ടാത്തലയായി, അഖിൽ മാരാറായി. 3 വട്ടം പേര് മാറ്റി. അത് ഞാൻ പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ കല്യാണത്തിന് ശേഷം ഫിറോസ് ഗാന്ധിയുടെ ഗാന്ധി എന്നുള്ള ആ ഇനിഷ്യൽ ഒന്ന് വെച്ചാൽ നിങ്ങൾക്ക് 24 നിന്ന് മമ്മൂട്ടിയെ കണക്ട് ചെയ്യണേ. എന്നിട്ട് ചോദിക്ക്, നാണമുണ്ടോ മിസ്റ്റർ മമ്മൂട്ടിയോട് പോണോ? നാണമുണ്ടോ മിസ്റ്റർ മമ്മൂട്ടി? അയ്യോ അയ്യോ എന്റെ പൊന്നെ. വടി കൊടുത്ത് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങുക, വടി കൊടുത്ത് അടി മേടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയത്. സ്വന്തം പേര് 3 വട്ടം മാറ്റിയ ഒരാളാണ് അപ്പുറത്ത് പോയി ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം പേര് എന്തിനാ മാറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ഗുമ്മ് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ മാറ്റി. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു അപ്പർ ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഒരു ഹൈ സ്റ്റാൻഡേർഡാണ്, അല്ലെങ്കിൽ എനിക്കൊരു എബവ് ആവറേജ് സാധനമാണെന്ന് കാണിക്കാനാണ് അഖിലിൻ്റെ പല രീതിയിലുള്ള സംസാരങ്ങളും എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ.
കാരണം ഞാൻ കുറച്ച് ഹൈഫൈ ആണ്, ഞാൻ കുറച്ച് എബോവ് ആവറേജ് ലിവിങ് സ്റ്റൈലുള്ള ഒരാളാണ്. മേ ബി പണ്ട് കാലങ്ങളിൽ അനുഭവിച്ച കുറേ റിജക്ഷൻസ് ഒക്കെ കാരണമായിരിക്കും ഇപ്പോൾ ഒരു ഞാൻ സെറ്റപ്പാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സെറ്റപ്പ് കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് ജാതിപ്പേര് വാലായിട്ട് എടുത്തിടുന്നത്. മനസ്സിലായോ? അത് മൊത്തത്തിൽ അഖിലിനെ ഒരു ഇത് നോക്കിയാൽ മതി നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഒരു ആവറേജ് ലിവിങ് സ്റ്റൈലും അതിൻ്റെ താഴെയുള്ളവരായിരിക്കും കൂടുതൽ, എബോവ് ആവറേജ് ഉള്ളവർ കുറവാണ്. അത് സ്വയം അങ്ങനെ അങ്ങോട്ട് പൊക്കിപ്പിടിച്ച് ഞാനൊരു എബോവ് ആവറേജ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജോ ഉള്ള ഒരു റെസ്പെക്റ്റ് കിട്ടിയാലോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊണ്ട് ആണ് ഈ പറഞ്ഞ ജാതിവാലെടുത്ത് പേരാക്കുന്നതും ബെൻസിൻ്റെ കഥ പറയുന്നതും BMW കഥ പറയുന്നതും പൈസയുടെ കണക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് കിട്ടുന്ന വരുമാനത്തിൻ്റെ കണക്കെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ അല്പത്തരമാണ്. സീരിയസ്ലി അതൊന്നും ഒരു രാഷ്ട്രീയക്കാരന് ചേർന്ന പരിപാടിയേ അല്ല. ഓക്കെ, ഇഫ് യു വോണ്ട് ടു ബി എ പൊളിറ്റീഷ്യൻ എപ്പോഴും നമ്മളൊരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് പോയാലേ നാട്ടുകാർക്ക് നമ്മളായിട്ട് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, സാധാരണക്കാർ നമ്മളൊപ്പം നിൽക്കുള്ളൂ. മനസ്സിലായോ? നിങ്ങൾക്ക് ഇനിയൊരു തിരിച്ചുവരവ് വേണമെങ്കിൽ അഖിലിന് രാഷ്ട്രീയപരമായിട്ടൊരു തിരിച്ചുവരവ്, ഓക്കെ, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രഗിളാണ് വേൻ. നിങ്ങൾ ആ ഒരു സാധനം കാണിക്കണം. ഇപ്പോൾ ബിഗ് ബോസിൽ നിങ്ങളെ ആളുകൾ ഇഷ്ടപ്പെട്ടത് നിങ്ങളെ ഗെയിമും പിന്നെ അവിടെ നിങ്ങൾ കീപ്പ് ചെയ്ത നിങ്ങളൊരു റിയൽ ക്യാരക്ടർ സാധനമുണ്ട്, അതിന് നിങ്ങളൊരു ഭയങ്കര എൻ്റർടൈനറാണ്. പക്ഷേ ഇത് മറ്റേ അഗ്നിപരീക്ഷയിൽ കൂട്ടിട്ടിരിക്കുമ്പോൾ ഇത് ഫിയർലെസ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ സാധനം വരുമ്പോൾ നിങ്ങളെ മറ്റേ കാണിക്കലുണ്ടല്ലോ, അത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല, നടക്കൂല. മനസ്സിലായില്ലേ? രാഷ്ട്രീയത്തിൽ എപ്പോഴും ആ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം. അതില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് പോകണ്ടെന്ന് എനിക്ക് അഖിലിനോട് പറയാനുള്ളൂ. എന്താണെങ്കിലും ആഷ്മി വിളിച്ച് വരുത്തി നല്ല രീതിക്ക് കൊടുത്ത് വിട്ട് ഇങ്ങേരി പ്രാവശ്യം പോയി ചാടിയും കൊടുത്ത്. ഇപ്പോൾ രണ്ടാമതൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ ഇട്ടതായിട്ട് ഞാൻ കണ്ടു. ഏത് വാടാ, ഒന്നുകൂടി വാടാ, നമുക്കൊന്നുകൂടി ഇരിക്കാം, ലൈവായിട്ടിരിക്കാം, എഡിറ്റർമാരുണ്ടാവില്ല അപ്പോൾ ഇയർ പീസിൽ ഇയറിൽ അവിടുന്ന് ഇൻഫർമേഷൻസ് കിട്ടില്ല, നമുക്ക് ലൈവായിട്ടിരുന്ന് സംവദിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടറിയാം. പിന്നെ എല്ലാം ഒരു ബിസിനസ് സംഗതികളാണല്ലോ. ചിലപ്പോൾ ചാനൽ അങ്ങനെ ഒരു ലൈവ് വെച്ചിട്ട് അഖിലിനെയും ഹാഷ്മിനെയും കൂടി ഇരുത്തി സംസാരിപ്പിച്ചാലും രസമായിരിക്കും. പിന്നെ ഇതിനകത്ത് ഹാഷ്മി മാത്രമല്ല, ജിൻഡോ അപ്പുറത്ത് നല്ല താങ്ങലാണ് താങ്ങിയത്. അപ്പം മൂന്നാളും കൂടി ഇനിയൊരു വരവ് വരേണ്ടി വരുമോ എന്നറിയാൻ പാടില്ല. അഖിൽ എന്തായാലും വെല്ലുവിളിച്ചിട്ടുണ്ട്, അവരത് ഏറ്റെടുക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം.